Debate with Dr. Arun Kumar. പാലക്കാട് പിടിച്ചെടുക്കുമെന്നാണ് CPM-ന്റെ ആത്മവിശ്വാസം. നിലവിൽ രണ്ട് മുന്നണികളുടെ കോൺഫിഡൻസ് നിറഞ്ഞ പ്രതികരണം വന്നു കഴിഞ്ഞു. ഒന്ന് BJP സംസ്ഥാന അധ്യക്ഷൻ K. സുരേന്ദ്രൻ, വിശാലാക്ഷി സമേതം വിശ്വനാഥൻ ഇതാ പാലക്കാട് വിജയിക്കാൻ പോകുന്നു, NDA സ്ഥാനാർത്ഥി C. കൃഷ്ണകുമാർ എന്ന് ഫേസ്ബുക്ക് പോസ്റ്റ് ഇടുന്നു. അതേസമയം തന്നെ CPM-ന്റെ ജില്ലാ സെക്രട്ടറി EN സുരേഷ് ബാബുവും ആത്മവിശ്വാസം പ്രകടിപ്പിക്കുന്നു. കണക്കുകൾ നമ്മളോട് പറയുന്നത് ആവേശ പോരാട്ടത്തിനൊടുവിൽ പാലക്കാട് ജനവിധി എഴുതുമ്പോൾ 70.01% പോളിംഗ് ആണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. കഴിഞ്ഞ വർഷത്തേക്കാൾ പോളിംഗ് ശതമാനം കുറവ് ആണ്. LDF സ്വതന്ത്ര സ്ഥാനാർത്ഥി P. സെനിനും NDA സ്ഥാനാർത്ഥി C. കൃഷ്ണകുമാറും ഷാഫി പറമ്പിൽ MP ഉൾപ്പെടെയുള്ളവർ വോട്ട് രേഖപ്പെടുത്തി. വോട്ടെടുപ്പിന്റെ അവസാന മണിക്കൂറിനിടെ വെണ്ണക്കരയിലെ ബൂത്തിൽ UDF സ്ഥാനാർത്ഥിയെ തടയാൻ ശ്രമിച്ചത് സംഘർഷത്തിനുമിടയാക്കി. BJP ജില്ലാ പ്രസിഡന്റ് ഇരട്ട വോട്ട് ആരോപിച്ച് 73-ാം നമ്പർ ബൂത്തിൽ കോൺഗ്രസ് പ്രവർത്തകർ സംഘടിച്ചെത്തിയെങ്കിലും പക്ഷേ ജില്ലാ പ്രസിഡന്റ് K. ഹരിദാസ് വോട്ട് രേഖപ്പെടുത്തിയില്ല. നമുക്ക് ആ ദൃശ്യങ്ങൾ ഒരിക്കൽ കൂടി ഒന്ന് കണ്ടുവരാം. അതോടൊപ്പം തന്നെ ഇപ്പോൾ വിവിധ ഇടങ്ങളിൽ നിന്ന് നമ്മുടെ പ്രതിനിധികൾ തത്സമയം ചേരുന്നുണ്ട്. അല്ലമീൻ UDF-ന്റെ ഇലക്ഷൻ കമ്മിറ്റി ഓഫീസിൽ നിന്ന് ചേരും. TV പ്രസാദ് മാത്തൂർ ഈസ്റ്റ് സ്കൂളിൽ നിന്ന് ചേരും. MM രാകേഷ് മാത്തൂർ ബംഗ്ലാവ് സ്കൂളിൽ നിന്ന് ചേരും. നമുക്ക് ഓരോ ഇടങ്ങളിലേക്ക് നമുക്ക് പോകണം. ഇപ്പോഴും പലയിടങ്ങളിലും പോളിംഗ് നടക്കുകയാണ്. 86% ബൂത്തുകളിലും പോളിംഗ് അവസാനിച്ചിരിക്കുന്നുവെന്നാണ് കണക്കുകൾ നമ്മളോട് പറയുന്നത്. ഏറ്റവും ഒടുവിൽ നമുക്ക് ലഭിക്കുന്ന വിവരമനുസരിച്ച് 184 ബൂത്തുകളിൽ ഇപ്പോൾ മിക്കവാറും എല്ലാ ഇടങ്ങളിലും പോളിംഗ് അവസാനിച്ചിരിക്കുന്നു. വളരെ കുറച്ചിടങ്ങളിൽ മാത്രമേ ഉള്ളൂ ഇനി പോളിംഗ് അവസാനിക്കാനെന്നാണ് കണക്കുകൾ പറയുന്നത്. 10% താഴെ ബൂത്തുകളിൽ മാത്രമേ ഉള്ളൂ. അതായത് ഇനി ഒരു 1000-ഓ 1500-ൽ താഴെ വോട്ടർമാർ മാത്രമേ വോട്ട് രേഖപ്പെടുത്താനുള്ളൂ വിവിധ ബൂത്തുകളിൽ എന്നാണ്. അതായത് 1,40,000-ലേക്ക് മാത്രമായിരിക്കും പോളിംഗ് എത്തുക. കഴിഞ്ഞ തവണ 1,42,000 ആയിരുന്നുവെങ്കിൽ 2021-ലെ പോളിംഗ് ശതമാനത്തേക്കാൾ കുറഞ്ഞ പോളിംഗ് ശതമാനമായിരിക്കും ഇക്കുറി ഉണ്ടാവുക എന്നത് ഏറെക്കുറെ ഉറപ്പുമാണ്. അല്ലമീൻ ചേരുന്നുണ്ട് നമുക്കൊപ്പം. അല്ലമീൻ ഇപ്പോൾ ഉള്ളത് UDF ഇലക്ഷൻ കമ്മിറ്റി ഓഫീസിലാണ്. അല്ലമീൻ, ഇപ്പോൾ CPM ക്ലെയിം ചെയ്യുന്നു തങ്ങൾ പാലക്കാട് പിടിച്ചെടുക്കും. BJP-യുടെയും സംസ്ഥാന അധ്യക്ഷന്റെ സ്റ്റേറ്റ്മെന്റ് ഫേസ്ബുക്കിൽ വന്നു കഴിഞ്ഞിരിക്കുന്നു. എന്താണ് UDF ക്യാമ്പിലെ ആത്മവിശ്വാസം? നമ്മൾ ആ പ്രതികരണത്തിനാണ് അരുൺ കാത്തു നിൽക്കുന്നത്. അല്പസമയത്തിനകം ഷാഫി പറമ്പിലും VK ശ്രീകണ്ഠൻ MPയും രാഹുൽ മാങ്കൂട്ടത്തിലും മാധ്യമങ്ങളെ കാണുമെന്ന് അറിയിച്ചിട്ടുണ്ട്. സ്വാഭാവികമായും അവർ ബൂത്ത് തലത്തിൽ നിന്നുള്ള കണക്കുകൾ കൂടി ശേഖരിച്ചിട്ടായിരിക്കും അതുമായി ബന്ധപ്പെട്ട മാധ്യമങ്ങളെ കാണുക. സമയം അറിയിക്കാമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇതിനു മുമ്പൊക്കെ നടത്തിയ പ്രതികരണങ്ങളിൽ തികഞ്ഞ ആത്മവിശ്വാസം അവർ പ്രകടിപ്പിക്കുന്നുണ്ട്. നേരത്തെ മുതൽ തന്നെ ആ നിലയിലാണ് അവർ പ്രതികരണങ്ങൾ നടത്തിയിരിക്കുന്നതും. വലിയ പ്രതീക്ഷ പുലർത്തുന്ന പിരായിരി പഞ്ചായത്തിൽ ഉൾപ്പെടെ വലിയ വോട്ട് ഷെയർ ഉണ്ടായിട്ടുണ്ട്, അല്ലെങ്കിൽ പെർസെൻറ്റേജ് ഉണ്ടായിട്ടുണ്ട്. അതെല്ലാം തങ്ങൾക്ക് അനുകൂലമാകുമെന്നുള്ളതാണ്. എന്ന് മാത്രമല്ല, അരുൺ ഇന്ന് രാവിലെ മാധ്യമങ്ങളെ കണ്ടപ്പോൾ സ്ഥാനാർത്ഥി രാഹുൽ മാങ്കൂട്ടത്തിൽ പറഞ്ഞത്, നമ്മൾ ചോദിച്ചിരുന്നു ഈ പോളിംഗ് പെർസെൻറ്റേജ് എത്രത്തോളം പ്രതീക്ഷിക്കുന്നു എന്ന് ചോദിച്ചപ്പോൾ രാഹുൽ പറഞ്ഞത്, പോളിംഗ് പെർസെൻറ്റേജ് കുറഞ്ഞാൽ, പോളിംഗ് ശതമാനം കുറഞ്ഞാൽ UDF-ന്റെ ഭൂരിപക്ഷം കുത്തനെ കൂടുമെന്നുള്ളതായിരുന്നു രാഹുലിൻ്റെ പ്രതികരണം. ഭൂരിപക്ഷം കൂടിക്കഴിഞ്ഞാലും ഒരു കംഫർട്ടബിൾ മെജോറിറ്റിയിൽ വിജയിക്കും, പക്ഷേ ഭൂരിപക്ഷം കുറച്ച് കുറയാനുള്ള സാധ്യതയുണ്ട് എന്നുള്ളതായിരുന്നു രാഹുൽ പറഞ്ഞത്. അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ പോളിംഗ് പെർസെൻറ്റേജ് താരതമ്യേന കുറവാണ്, അല്ലെങ്കിൽ ആ നിലയിൽ നിൽക്കുമ്പോൾ സ്വാഭാവികമായിട്ടും അതും അവർ അനുകൂലമായി തന്നെയായിരിക്കും പറയുക. ഏതായിരുന്നാലും അവരുടെ പ്രതികരണം നമ്മൾ കാത്തിരിക്കുകയാണ്. പല വിഷയങ്ങളുണ്ട്. ഇപ്പോൾ ഏറ്റവും ഒടുവിൽ വന്ന സംഘർഷ അന്തരീക്ഷമൊക്കെ വിഷയമായിട്ടുണ്ട്. അതുൾപ്പെടെയുള്ള കാര്യങ്ങളിലായിരിക്കും അവർ പ്രതികരിക്കുക. ബൂത്തുകളൊക്കെ സന്ദർശിച്ചതിന് ശേഷം ഇരുവരും ഫ്രഷ് ആവാനായിട്ട് പോയിരിക്കുകയാണ്. അതിനുശേഷം ഈ നേതാക്കൾ ഒരു കൂടിയാലോചന നടത്തിയതിന് ശേഷമായിരിക്കും മാധ്യമങ്ങളെ കാണുക. സമയം അറിയിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. നമ്മൾ അതിനായി തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസിൽ കാത്തിരിക്കുകയാണ്. അതിലും രാവിലെ മുതൽ ഈ വോട്ടെടുപ്പ് അവസാനിക്കുന്നത് വരെയുള്ള പ്രതികരണങ്ങളിലെല്ലാം വലിയ ആത്മവിശ്വാസം അവർ പ്രകടിപ്പിക്കുന്നുണ്ട്. കണക്കുകൾ വെച്ചുള്ള ഒരു ആത്മവിശ്വാസം, അല്ലെങ്കിൽ കണക്കുകൾ വെച്ചുള്ള ഒരു പ്രതീക്ഷയുടെ കാര്യത്തിലേക്ക് അവർ എത്രത്തോളം കടക്കുമെന്നുള്ള അവിടെ പ്രതികരണത്തിലേക്ക് പോയതിനു ശേഷമായിരിക്കും മനസ്സിലാവുക. അത് ബൂത്ത് തലങ്ങളിൽ നിന്ന് പ്രാദേശിക അടിസ്ഥാനത്തിൽ നിന്നുള്ള കണക്കുകളും വോട്ട് പെർസെൻറ്റേജും ഒക്കെ ശേഖരിച്ചതിന് ശേഷമായിരിക്കും അത്തരത്തിലൊരു പ്രതികരണത്തിലേക്ക് അവർ പോവുക. ഇപ്പോൾ ഔദ്യോഗികമായി ഈ വോട്ടെടുപ്പ് സമയം കഴിഞ്ഞെങ്കിലും ഔദ്യോഗികമായി ഒരു പ്രതീക്ഷ പങ്കുവയ്ക്കുന്ന സാഹചര്യത്തിലേക്ക് നേതൃത്വം എത്തിയിട്ടില്ല. ഏറ്റവും ഒടുവിലുള്ള കണക്ക് പ്രകാരം ഗ്രാമപഞ്ചായത്തുകളിലെ പോളിംഗ് ശതമാനത്തിൽ കുറവ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ആ കണക്കുകൾ കൂടി ഞാനൊന്ന് പറയാം. നിലവിൽ 2021-ലെ തിരഞ്ഞെടുപ്പിൽ മുനിസിപ്പാലിറ്റിയിൽ 70.23% ഇക്കുറിയും അതേ ശതമാനം, ഒരുപക്ഷെ അതിൽ കൂടുതൽ രേഖപ്പെടുത്താനാണ് സാധ്യത പാലക്കാട് മുനിസിപ്പാലിറ്റിയിലെ ബൂത്തുകളിൽ. എന്നാൽ പിരായിരി പഞ്ചായത്തിൽ കഴിഞ്ഞ തവണ UDF-ന് വലിയ മുൻതൂക്കം നൽകിയ പിരായിരി പഞ്ചായത്തിൽ UDF-ന് 6000-അധികം വോട്ടിൻ്റെ ഭൂരിപക്ഷം നൽകിയ പിരായിരി പഞ്ചായത്തിൽ 77.79% ഇക്കുറി ഒരുപക്ഷേ 72-73% ചുരുങ്ങാനുള്ള സാധ്യതയുണ്ട്. ഏറ്റവും ഒടുവിലുള്ള കണക്ക് പ്രകാരം 70% മാത്രമാണ് പിന്നിട്ടിരിക്കുന്നത്. എന്നാൽ ഏറ്റവും വലിയ കുറവ് രേഖപ്പെടുത്തിയിരിക്കുന്നത് കണ്ണാടി പഞ്ചായത്തിലും മാത്തൂരിലുമാണ്. കണ്ണാടി പഞ്ചായത്തിലും മാത്തൂരിലും കഴിഞ്ഞ തവണ 83% പോളിംഗ് രേഖപ്പെടുത്തിയിരുന്നതെങ്കിൽ ഇപ്പോൾ 70%-ലേക്ക് അടുക്കുന്നതേയുള്ളൂ എന്നാണ് കണക്കുകൾ പറയുന്നത്. അതായത് ഒരു 10 മുതൽ 12% വരെ കുറവ് കണ്ണാടി പഞ്ചായത്തിലും മാത്തൂർ പഞ്ചായത്തിലും ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. ഇത് UDF-ന്റെയും LDF-ന്റെയും നെഞ്ചിടിപ്പ് കൂട്ടുന്നതാണ്. പാലക്കാട്
പാലക്കാട് മുനിസിപ്പാലിറ്റിയിൽ BJPക്ക് ലീഡുള്ള മുനിസിപ്പാലിറ്റിയിൽ കഴിഞ്ഞ തവണത്തേക്കാൾ ഒരുപക്ഷെ വോട്ടിംഗ് പെർസെന്റേജ് അല്പം കൂടി ഉയരാനുള്ള സാധ്യതയുണ്ട് എന്നാണ് കണക്കുകൾ പറയുന്നത്. TV പ്രസാദ് മാത്തൂരിൽ നിന്നും നമുക്കൊപ്പം ചേരുന്നു. TV പ്രസാദ്, കഴിഞ്ഞ തവണ മാത്തൂർ 83% പോളിംഗ് രേഖപ്പെടുത്തിയ പഞ്ചായത്താണ്. ഇപ്പോൾ ഏറ്റവും ഒടുവിലുള്ള കണക്ക് പ്രകാരം ഇനി ഒരു 10% താഴെ വോട്ടർമാർ ബൂത്തുകൾ മാത്രമേ പോളിംഗ് പൂർത്തിയാക്കാനുള്ളൂ. ബാക്കി എല്ലാ ഇടങ്ങളിലും പോളിംഗ് അവസാനിച്ചു കഴിഞ്ഞിരിക്കുന്നു. മാത്തൂരിൽ 70% കൂടി പോളിംഗ് അവസാനിക്കും. അങ്ങനെയാണെങ്കിൽ ഒരു 12-13% കുറവ് മാത്തൂരിൽ ഉണ്ടാവും. വലിയ ആവേശം ബൂത്തുകളിൽ കണ്ടെങ്കിലും മന്ദഗതിയിലുള്ള പോളിംഗ് വോട്ടർമാരിൽ ഒരു മടുപ്പുണ്ടാക്കിയിരുന്നു. TV പ്രസാദ്. ഉറപ്പായും അരുൺ, അതായത് വോട്ടിങ്ങിൻ്റെ വേഗത, അതായത് പോളിങ്ങിൻ്റെ വേഗത വളരെ കുറവായിരുന്നു ഇത്തവണ എന്നതാണ്. രാവിലെ പക്ഷേ പലയിടങ്ങളിലും അല്പം വേഗതയിൽ ഉണ്ടായിരുന്നെങ്കിലും പിന്നീട് ഉച്ചയോടുകൂടി അതിൻ്റെ വേഗത കുത്തനെ കുറയുകയായിരുന്നു. അതിൻ്റെ ഭാഗമായി ഉച്ചവരെ വരിയിൽ നിന്ന് നിരവധി പേർ തിരിച്ചു പോവുകയും അവരിൽ പലരും തിരിച്ചു വരാത്ത ഒരു സ്ഥിതിയും ഉണ്ടായിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ ഞാനിപ്പോൾ നിൽക്കുന്ന മാത്തൂർ ഈസ്റ്റ് ALP സ്കൂളിൽ വൈകിട്ട് 6 മണിവരെ 6 മണിക്ക് ശേഷം പോൾ ചെയ്യാനുണ്ടായിരുന്നത് 130-ലേറെ വോട്ടർമാരായിരുന്നു. അതായത് 115-ലേറെ ടോക്കൺ കൊടുത്തുകൊണ്ടായിരുന്നു ഇവിടെ തെരഞ്ഞെടുപ്പ് പോളിംഗ് പിന്നീട് തുടർന്നത് തന്നെ. ഇപ്പോൾ ഏതാണ്ട് 10 മിനിറ്റ് മുമ്പ് മാത്രമാണ് 7:05 കൂടിയാണ് ഇവിടുത്തെ പോളിംഗ് അവസാനിച്ചത്. ഇവിടെ ഈ ബൂത്തിലെ കണക്കെടുത്ത് നോക്കുകയാണെങ്കിൽ ആകെ 1411 വോട്ടർമാരിൽ 1035 പേരാണ് വോട്ട് പോൾ ചെയ്തത്. 73% പോളിംഗ്. ഒരല്പസമയം മുമ്പ് മാത്രമാണ് ഇവിടുത്തെ പോളിംഗ് അവസാനിച്ചത്. എനിക്ക് തോന്നുന്നു ഏതാണ്ട് എല്ലാ സ്ഥലങ്ങളിലെയും പോളിംഗ് അവസാനിക്കാറുള്ള സമയമായി. സാധാരണ മറ്റ് സ്ഥലങ്ങളിലേത് വെക്കുമ്പോൾ ഏറ്റവും കൂടുതൽ ആളുകൾ വരിയിൽ നിന്നൊരു സ്ഥലം ഇതായതുകൊണ്ട് തന്നെ ഇവിടെ കഴിഞ്ഞതോടുകൂടി മറ്റിടങ്ങളിലും കഴിയാനുള്ളൊരു സാധ്യതയാണ്. എന്തായാലും അരുൺ പറഞ്ഞതുപോലെ വലിയ കുറവാണ് പോളിംഗിൽ ഇത്തവണ മാത്തൂർ പഞ്ചായത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. മൊത്തമുള്ള 184 പോളിംഗ് ബൂത്തുകളിൽ 160 പോളിംഗ് ബൂത്തുകളിലും ആ പോളിംഗ് അവസാനിച്ചിരിക്കുന്നു എന്ന വിവരമാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. ഇനി 24 പോളിംഗ് ബൂത്തിൽ മാത്രമാണ് നാമമാത്രമായ ഒരു ക്യൂ കാണപ്പെടുന്നത്. വലിയ രീതിയിൽ അത് പോളിംഗ് ശതമാനത്തെ ബാധിക്കില്ല. അങ്ങനെ വന്നാൽ കഷ്ടിച്ച് 71% എന്ന നിലയിലേക്ക് മാറും. കഴിഞ്ഞ തവണയുണ്ടായിരുന്ന 75%-ൽ നിന്ന് 4% മൊത്തത്തിൽ കുറയും. അതിൽ തന്നെ മാത്തൂരിലും കണ്ണാടിയിലും 10% ഇടിവുണ്ടാവുമെന്നാണ് കണക്കുകൾ പറയുന്നത്. പിരായിരിയിൽ മാത്രം 4% ഇടിവുണ്ടാവും. എന്നാൽ പാലക്കാട് മുനിസിപ്പാലിറ്റിയിൽ കഴിഞ്ഞ തവണത്തെ പോളിംഗ് പെർസെന്റേജ് നിലനിർത്തുകയോ അതിനെ മറികടക്കുകയോ ചെയ്യുമെന്നാണ് കണക്കുകൾ നമ്മളോട് പറയുന്നത്. മാത്തൂരിൽ നിന്ന് തന്നെ നമുക്കൊപ്പം MM രാകേഷ് ചേരുന്നു. MM രാകേഷ്, മാത്തൂരിൽ രാവിലെ മുതൽ തന്നെ MM രാകേഷ് ഉണ്ടായിരുന്നു. പോളിംഗിൽ വലിയ നീണ്ട നിരയൊക്കെ പോളിംഗ് ബൂത്തിൽ നമുക്ക് കാണാമായിരുന്നെങ്കിലും ഒടുവിൽ കണക്ക് വരുമ്പോൾ ഒരു 10-12% കുറവ് 2021 അപേക്ഷിച്ച് കാണുന്നു. എന്തുകൊണ്ടായിരിക്കും? ആവേശം മാത്തൂരിൽ വോട്ടർമാർ ഏറ്റെടുത്തില്ലേ MM രാകേഷ്? അരുൺ, ഞാൻ നിന്നിരുന്നത് വെസ്റ്റ് സ്ഥലത്താണ്. മാത്തൂർ വെസ്റ്റ് ബംഗ്ലാവ് സ്കൂളിലാണ് നിന്നിരുന്നത്. അവിടെ 4 ബൂത്തുകളാണ് ഉണ്ടായിരുന്നത്. നേരത്തെ അരുൺ പറഞ്ഞ പോലെ തന്നെ 80%-ലധികം വോട്ടുകൾ മാത്തൂരിൽ മുന്നോട്ട് പോയിരുന്നു കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലെങ്കിൽ അതിൽ നിന്ന് വിഭിന്നമായി 4 ബൂത്തുകളാണ് ഉണ്ടായിരുന്നത്. 138, 139, 140, 141. ഇതിൽ 2 ബൂത്തുകൾ മാത്രമാണ് 80% മുകളിലേക്ക് പോയിട്ടുള്ളത്. ഇതിൽ 138 ബൂത്ത് 86% പോളിംഗ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഒപ്പം തന്നെ 141 ബൂത്ത് ഏകദേശം 81% രേഖപ്പെടുത്തിയിട്ടുണ്ട്. മറ്റ് 2 ബൂത്തുകളിലും 75% മാത്രമേ വന്നിട്ടുള്ളൂ. ഇത്തരത്തിൽ തിരക്കുള്ള ബൂത്തുകളിൽ അല്ലെങ്കിൽ വോട്ടർമാരുടെ എണ്ണം കൂടുതലുള്ള ബൂത്തുകളിൽ ആളുകൾ വളരെ സമയമെടുത്ത് വോട്ട് ചെയ്തു എന്നുള്ളതാണ് ഒരു പ്രധാന പ്രശ്നമായി തോന്നുന്നത്. ആ ക്യൂ അല്ലെങ്കിൽ ആ നീണ്ട നിര വളരെയധികം സമയമെടുത്ത് വോട്ട് ചെയ്തതിൻ്റെ നീണ്ട നിരയായിരുന്നു 141 കണ്ടത് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് തന്നെ 2 ബൂത്തുകളിൽ 75%-ലേക്ക് പോയിട്ടുണ്ട്. ഇത്തരത്തിൽ എല്ലാ ബൂത്തുകളും പരിശോധിക്കുന്ന സമയത്തായിരിക്കും ഇങ്ങനെ ഒരു കുറവ് വന്നിട്ടുണ്ടാവുക. തീർച്ചയായും ആളുകൾക്ക് സമയം കിട്ടാതിരുന്നത്, ഒപ്പം തന്നെ അല്ലെങ്കിൽ ഉപതെരഞ്ഞെടുപ്പിനോടുള്ള ആളുകളുടെ സമീപനത്തിലെ കാര്യങ്ങളെല്ലാം തന്നെയാണ് ഈ ഒരു ശതമാന കണക്ക് ഇനി ഏകദേശം ക്രോഡീകരിച്ച് വരുമ്പോൾ കുറച്ച് മാറ്റം, നേരിയ മാറ്റം മാത്രമേ ഉണ്ടാവുകയുള്ളൂ എന്നുള്ളതാണ് കരുതുന്നത്. അരുൺ, ഓക്കെ, ഇപ്പോൾ നമുക്ക് മഹാരാഷ്ട്രയിലേക്കും ജാർഖണ്ഡിലേക്കും പോകണം. ജാർഖണ്ഡിൽ വ്യത്യസ്ത എക്സിറ്റ് പോളുകൾ വ്യത്യസ്ത ഫലങ്ങളാണ് ഇപ്പോൾ പ്രവചിക്കുന്നത്. എന്നാൽ മഹാരാഷ്ട്രയിൽ മഹായുതി സഖ്യം അധികാരം നിലനിർത്തുമെന്ന് ഭൂരിപക്ഷം എക്സിറ്റ് പോൾ ഫലങ്ങളും പറയുന്നു. മഹാരാഷ്ട്രയിൽ ഏറ്റവും ഒടുവിൽ പോളിംഗ് പെർസെന്റേജ് 58.23%. കുറവ് പോളിംഗ് ആണ് രേഖപ്പെടുത്തുന്നത്. ജാർഖണ്ഡിൽ 67.63% ജാർഖണ്ഡിലെ പോളിംഗും ഇപ്പോൾ രേഖപ്പെടുത്തുന്നത്. നമുക്കിപ്പം മഹാരാഷ്ട്രയിലെ വിവരങ്ങൾ പങ്കുവയ്ക്കാൻ PR സുനിലും ജാർഖണ്ഡിലെ വിവരങ്ങൾ പങ്കുവയ്ക്കാൻ ആദിൽ പാലോടും തത്സമയം ചേരും. ആദ്യം PR സുനിലേക്ക്. PR സുനിൽ, മഹാരാഷ്ട്രയിലെ എക്സിറ്റ് പോൾ ഫലങ്ങൾ ഏകദേശം മഹായുതി സഖ്യത്തിനു തന്നെയാണോ ഭൂരിപക്ഷം സർവേകളും ഒരു ഭരണ തുടർച്ച പ്രവചിക്കുന്നത്? PR സുനിൽ.
അരുൺ, തീർച്ചയായും ഏതാണ്ട് എല്ലാ സർവേകളും മഹായുദ്ധി സഖ്യം അധികാരത്തിൽ വരും എന്ന് തന്നെയാണ് പ്രവചിക്കുന്നത്. ഇതുവരെ പുറത്തു വന്ന 4 സർവേകളുടെ ഫലസൂചനകൾ പരിശോധിച്ചാൽ ലോക് ശക്തി, മറാത്തി, രുദ്ര എന്ന സർവേ പറയുന്നത് 128 മുതൽ 142 സീറ്റ് വരെ കേവല ഭൂരിപക്ഷം നൽകുന്നില്ല. 120 BJP സഖ്യത്തിന്, 125 മുതൽ 140 സീറ്റ് വരെ മഹാവികാസ് സഖ്യത്തിന് സീറ്റുകൾ ലഭിക്കുമെന്ന് പറയുന്നു. 18 മുതൽ 23 സീറ്റ് അതേഴ്സിന്, അത് അപ്പോൾ മറ്റുള്ളവർ നിർണായക ശക്തിയാകും എന്നാണ് മറാത്തി, രുദ്ര എന്ന സർവേ പറയുന്നത്. അതേസമയം മറ്റ് സർവേകൾ, മാട്രൈ സർവേ പറയുന്നത് 150 മുതൽ 170 സീറ്റ് വരെ മഹായുദ്ധി സഖ്യം BJP സഖ്യം നേടുമെന്ന് പറയുന്നു. മഹാവികാസ് അഘാടി സഖ്യം 110 മുതൽ 130 വരെ സീറ്റുകൾ നേടാം. മറ്റുള്ളവർ 8 മുതൽ 10 സീറ്റ് വരെ. പി മാർക്ക് സർവേ പറയുന്നത് 137 മുതൽ 157 സീറ്റ് വരെ മഹായുദ്ധി സഖ്യം BJP സഖ്യം നേടും. 145 വരെ ഒരുപക്ഷെ മഹാവികാസ് അഘാടി സഖ്യം നേടുമെന്നും പി മാർക്ക് സർവേ പറയുന്നുണ്ട്. മാട്രൈ സർവേ പറയുന്നത് 150 മുതൽ 170 സീറ്റ് വരെയാണ് BJP സഖ്യം നേടുമെന്ന് പറയുന്നത്. അതുപോലെ തന്നെ 110 മുതൽ 130 സീറ്റ് വരെ മഹാവികാസ് അഘാടി സഖ്യം പറഞ്ഞു. ഏതായാലും ഭൂരിഭാഗം സർവേകളും മഹായുദ്ധി സഖ്യത്തിന് അനുകൂലമായ പ്രവചനങ്ങളാണ് നടത്തിയിരിക്കുന്നത്. അതേസമയം ചില സർവേകൾ ഒരുപക്ഷെ മഹാവികാസ് അഘാടി സഖ്യം മുന്നിലേക്ക് വന്നേക്കാം എന്നുകൂടി പറയുന്നുണ്ട്. ഇഞ്ചോടിഞ്ച് മത്സരം തന്നെയാണ് മഹാരാഷ്ട്രയിൽ നടന്നിരിക്കുന്നത്. പ്രത്യേകിച്ച് മുംബൈ മേഖലയിലായാലും താനെ മേഖലയിലായാലും പൂനെ അങ്ങനെ തുടങ്ങി കൊങ്കൺ വരെയുള്ള മേഖലകളിലൊക്കെ തന്നെ വാശിയേറിയ പോരാട്ടം തന്നെയാണ് നടന്നത്. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നമുക്കറിയാം മഹായുദ്ധി സഖ്യത്തിന് വലിയ തിരിച്ചടിയാണ് മഹാരാഷ്ട്രയിൽ ഉണ്ടായിരുന്നത്. 48 ലോക്സഭാ സീറ്റിൽ അന്ന് വലിയ പ്രഹരം BJPക്ക് ഏൽക്കേണ്ടി വന്നു. 13 സീറ്റിന്റെ മേൽക്കൈ മഹാരാഷ്ട്രയിൽ കോൺഗ്രസിന് അവിടെ കിട്ടുന്ന ഒരു സാഹചര്യമൊക്കെ ഉണ്ടായി. അങ്ങനെ മഹാവികാസ് അഘാടി സഖ്യം ലോക്സഭയിൽ മുന്നിലെത്തിയതാണ്. ഏതായാലും ആ ഒരു സ്ഥിതി നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഉണ്ടാകില്ല എന്നാണ് ഇപ്പോൾ പുറത്തു വന്ന എല്ലാ സർവേകളും പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ദേവേന്ദ്ര ഫഡ്നവിസ് മുഖ്യമന്ത്രിയാവാനുള്ള സാധ്യത തെളിയുന്നു. മഹാരാഷ്ട്രയിൽ എക്സിറ്റ് പോൾ ഫലങ്ങൾ പറയുകയാണെങ്കിൽ പി ആർ സുനിൽ പറഞ്ഞതുപോലെ ലോക്സഭയിൽ 30 സീറ്റുകളാണ് മഹാവികാസ് അഘാടി നേടിയത്. എന്നാൽ മഹായുദ്ധി സഖ്യത്തിന് NDAക്ക് നേടാൻ സാധിച്ചത് കേവലം 17 സീറ്റുകൾ മാത്രമാണ്. 13 സീറ്റുകളുടെ അഡ്വാൻറ്റേജ് മഹാരാഷ്ട്രയിൽ ലോക്സഭയിൽ തന്നെ മഹാവികാസ് അഘാടിക്കുണ്ടായിരുന്നു. എന്നാൽ മഹാവികാസ് അഘാടിക്ക് ആ പ്രകടനം ഇത്തവണ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ആവർത്തിക്കാൻ കഴിയില്ല. അങ്ങനെ വന്നാൽ ദേവേന്ദ്ര ഫഡ്നവിസ് വീണ്ടും മുഖ്യമന്ത്രിയാകുന്നതിലേക്കാണ് എക്സിറ്റ് പോൾ ഫലങ്ങൾ ഭൂരിപക്ഷവും വിരൽ ചൂണ്ടുന്നത്. എന്നാൽ ജാർഖണ്ഡിൽ സ്ഥിതി വ്യത്യസ്തമാണ്. ജാർഖണ്ഡിൽ വിവിധ എക്സിറ്റ് പോൾ ഫലങ്ങൾ വിവിധ ഫലങ്ങളാണ് പറയുന്നത്. ആദിൽ പാലോട് നമുക്കൊപ്പം ചേരുന്നു. ആദിൽ പാലോട് റെക്കോർഡ് ടേൺ ഔട്ടാണ് ഇപ്പോൾ പോളിംഗ് ശതമാനത്തിൽ ജാർഖണ്ഡ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. 67% എന്ന നിലയിലേക്ക് മാറുന്നു. എന്താണ് വിവിധ എക്സിറ്റ് പോൾ ഫലങ്ങൾ പറയുന്നത്? ആദിൽ പാലോട്, ജാർഖണ്ഡ് ആര് ഭരിക്കും? ജാർഖണ്ഡിന്റെ ചരിത്രത്തിൽ തന്നെ ഏറ്റവും ഉയർന്ന വോട്ടിംഗ് ശതമാനം വന്നു, പോളിംഗ് ശതമാനം വന്നു എന്ന് പറയുമ്പോൾ തന്നെ അപ്രവചനീയമായ ഒരു ഫലം പ്രതീക്ഷിക്കുകയാണ് ജാർഖണ്ഡിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഏറ്റവും കൂടുതൽ സർവേ ഫലങ്ങൾ പറയുന്നത് ഭരണമാറ്റം ഉണ്ടാകുമെന്നാണ്. ഇപ്പോൾ JMM-ഉം കോൺഗ്രസുമാണ്, ഇന്ത്യ മുന്നണിയായാണ് അവിടെ ഭരിക്കുന്നതെങ്കിൽ പ്രധാനപ്പെട്ട 3 സർവേ ഫലങ്ങൾ NDA അവിടെ അധികാരത്തിൽ വരും, BJPക്ക് വലിയ മുന്നേറ്റം ഉണ്ടാകുമെന്ന് പ്രവചിക്കുന്നു. പ്രധാനമായും പീപ്പിൾസ് പൾസ് പറയുന്നത് 47 സീറ്റ് വരെ, ആകെ 81 സീറ്റാണ് ജാർഖണ്ഡിലുള്ളത്. അതിൽ 41 സീറ്റ് കേവല ഭൂരിപക്ഷത്തിന് വേണം. 47 സീറ്റ് NDA നേടുമെന്നാണ് പറയുന്നത്. ഇന്ത്യ മുന്നണിയാകട്ടെ 37 സീറ്റിൽ ഒതുങ്ങുമെന്ന് പറയുന്നു. അങ്ങനെ പ്രധാനപ്പെട്ട JVC സർവേ പറയുന്നത് 44 സീറ്റ് വരെ നേടാൻ ഇന്ത്യ മുന്നണിക്കാകും എന്നുള്ളതാണ്. BJPയും ഓൾ ജാർഖണ്ഡ് സ്റ്റുഡൻസ് യൂണിയൻ അടക്കമുള്ള ചില ഘടകകക്ഷികളും ചേർന്നാണ് അവിടെ 81 സീറ്റുകളിൽ മത്സരിക്കുന്നത്. BJPക്ക് മുന്നേറ്റം ഉണ്ടാകുമെന്ന് മാർട്രൈസിന്റെ സർവേ ഫലം അനുസരിച്ച് NDAക്ക് 47 സീറ്റ് വരെ നേടാനാകും. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ജാർഖണ്ഡിൽ ഇന്ത്യ മുന്നണി അധികാരത്തിൽ വരും, ഭരണ തുടർച്ചയുണ്ടാകുമെന്ന് പ്രവചിച്ചിരിക്കുകയാണ് ആക്സിസ് ബൈ ഇന്ത്യ. അത് വളരെ പ്രധാനപ്പെട്ട ഒരു പ്രവചനമായി കണക്കാക്കേണ്ടി വരും. കാരണം പല തരത്തിലുള്ള പ്രചരണ പരിപാടികളാണ് അവിടെ നടന്നത്. ഏറ്റവും പ്രധാനമായി BJPയുടെ പ്രചരണ ആയുധം എല്ലാ തെരഞ്ഞെടുപ്പ് റാലികളിലും ഏറ്റവും വലിയ മുദ്രാവാക്യമായി മുന്നിൽ വെച്ചത്, വാഗ്ദാനമായി മുന്നിൽ വെച്ചത്, ബംഗ്ലാദേശി നുഴഞ്ഞുകയറ്റക്കാർ ജാർഖണ്ഡിലെ ഗോത്രവർഗ്ഗക്കാരുടെ ഭൂമിയും പെൺമക്കളെയും തൊഴിലിനെയും കവർന്നെടുക്കുകയാണ്, അതിനെതിരെ നിയമം കൊണ്ടുവരുമെന്നുള്ളതായിരുന്നു. ഈ പറയുന്നതനുസരിച്ചാണെങ്കിൽ ഈ BJP അധികാരത്തിൽ വരികയാണ് എങ്കിൽ ഈ വരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഈ പ്രവചനങ്ങൾ. ജാർഖണ്ഡിൽ വ്യത്യസ്ത എക്സിറ്റ് പോൾ ഫലങ്ങൾ വരുമ്പോൾ മഹാരാഷ്ട്രയിൽ മഹായുതി സഖ്യത്തിന് അധികാര തുടർച്ച പ്രവചിക്കുന്നു. ഒരുപക്ഷെ ജാർഖണ്ഡിൽ ഇന്ത്യ മുന്നണി തന്നെ അധികാരത്തിലേക്ക് വീണ്ടും തിരിച്ചു വന്നേക്കാമെന്ന സൂചനയാണ് വിവിധ എക്സിറ്റ് പോൾ ഫലങ്ങൾ, മൈ ആക്സിസ് ഇന്ത്യ പോൾ അടക്കമുള്ള എക്സിറ്റ് പോൾ ഫലങ്ങൾ നൽകുന്നതെന്നാണ് ആദിൽ പാലോട് വ്യക്തമാക്കിയിരിക്കുന്നത്. അപ്പോൾ മഹാരാഷ്ട്രയിൽ മഹായുതി സഖ്യവും
ജാർഖണ്ഡിൽ ഇന്ത്യ മുന്നണിയും അധികാരത്തിൽ വരാനുള്ള സാധ്യതയുണ്ട് എന്നാണ് എക്സിറ്റ് പോൾ ഫലങ്ങൾ ഭൂരിപക്ഷവും പ്രവചിക്കുന്നത്. എന്നാൽ ഇപ്പോഴും ടൈറ്റ് ടു ടൈറ്റ് കോമ്പറ്റീഷനായി നിൽക്കുന്നത്, തീപാറുന്ന പോരാട്ടമായി നിൽക്കുന്നത് പാലക്കാടിന്റെ ഉപതെരഞ്ഞെടുപ്പാണ്. പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിൽ പോളിംഗ് അവസാനിക്കുമ്പോൾ 70% മുകളിലേക്ക് പോളിംഗ് ഉയർന്നിട്ടുണ്ടെങ്കിലും 75% എത്തിയിട്ടില്ല. 3 മുതൽ 4% വരെ പോളിംഗ് ശതമാനത്തിൽ ഇടിവുണ്ടാവാം. അന്തിമ കണക്കിന് വേണ്ടി നമ്മൾ കാത്തിരിക്കുന്നു. ഏറ്റവും കൂടുതൽ LDFനും UDFനും തലവേദനയാവുന്നത് കണ്ണാടി പഞ്ചായത്തിലെയും മാത്തൂർ പഞ്ചായത്തിലെയും പോളിംഗ് ശതമാനത്തിൽ ഇടിവാണ്. 10% വരെ ഇടിവ് കണ്ണാടി പഞ്ചായത്തിലും മാത്തൂർ പഞ്ചായത്തിലും ഉണ്ടാകാമെന്ന് പറയുമ്പോൾ ആരുടെ വോട്ട് ചോർന്നിരിക്കുന്നു, ആരുടെ വോട്ടുകൾ നഷ്ടപ്പെട്ടിരിക്കുന്നു എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം. കഴിഞ്ഞ തവണ ജീവൻ രക്ഷാ പഞ്ചായത്ത് എന്ന് UDFനെ കരുതാവുന്ന പിരായിരി പഞ്ചായത്തിലും 4 മുതൽ 5% വരെ വോട്ടർ ടേൺഔട്ടിൽ പോളിംഗ് ശതമാനത്തിൽ ഇടിവുണ്ടാവുന്നു എന്നാണ് കണക്കുകൾ പറയുന്നത്. ഈ കണക്കുകൾ എന്തു പറയുന്നു? തരംഗം അവിടെയുണ്ടോ? ഈ കുറഞ്ഞ പോളിംഗ് ശതമാനം ആരെ പിന്തുണയ്ക്കുമെന്നാണ് ഈ മണിക്കൂറിലെ പ്രധാനപ്പെട്ട ചോദ്യം. ഡോക്ടർ ജിൻഡോ ജോൺ, കോൺഗ്രസ് പ്രതിനിധി, CPM പ്രതിനിധി അഡ്വക്കേറ്റ് KS അരുൺകുമാർ, BJP പ്രതിനിധി അഡ്വക്കേറ്റ് ഉല്ലാസ് ബാബു എന്നിവർ നമുക്കൊപ്പം ചേരും അതിഥികളായി. വിവിധ മുന്നണികളുടെ ആത്മവിശ്വാസം ഈ അതിഥികൾ പ്രകടിപ്പിക്കും. കണക്കുകൂട്ടലുകളും കിഴിക്കലുകളുമായി മുന്നണികൾ ഇപ്പോഴും അവരുടെ ഓഫീസ് ക്യാമ്പിൽ തുടരുകയാണ്. ഇനി 5-ൽ താഴെ ബൂത്തുകളിൽ മാത്രമാണ് പോളിംഗ് അവസാനിക്കാനുള്ളത്. പോളിംഗ് അവസാനിക്കുമ്പോഴേക്കും അന്തിമ കണക്ക് പ്രേക്ഷകരിലേക്ക് നമ്മൾ എത്തിക്കാൻ. പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിന്റെ പോളിംഗ് ശതമാനം അന്തിമ പോളിംഗ് ശതമാനത്തിലേക്ക് അടുക്കുകയാണ്. 70% പിന്നിട്ടിരിക്കുന്നു. ഇനി 2-3 പോളിംഗ് ബൂത്തുകളിൽ മാത്രമാണ് ചെറിയ ക്യൂ അവശേഷിക്കുന്നത്. അതുകൂടി കഴിഞ്ഞാൽ പോളിംഗ് അവസാനിക്കും. അന്തിമ റിസൾട്ടിലേക്ക് നമ്മൾ വന്നാലും 2021-ലെ 75% എന്ന നിലയിലേക്ക് കാര്യങ്ങൾ എത്തില്ല. ഒരു 4% ഇടിവ് പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിൽ നമ്മൾ പ്രതീക്ഷിക്കുന്നു. കണ്ണാടിയിലും മാത്തൂരിലും 10% പോളിംഗ് ശതമാനത്തിന്റെ ഇടിവുണ്ടാവുന്നു. പിരായിരിയിൽ 3 മുതൽ 4% ഇടിവും പ്രതീക്ഷിക്കുന്നു. നമുക്കിപ്പം അതിഥികൾ കോൺഗ്രസ് പ്രതിനിധി ഡോക്ടർ ജിൻഡോ ജോൺ, CPM പ്രതിനിധി അഡ്വക്കേറ്റ് KS അരുൺകുമാർ, BJP പ്രതിനിധി അഡ്വക്കേറ്റ് ഉല്ലാസ് ബാബു എന്നിവരാണ്. ആദ്യം ഞാൻ ജിൻഡോ ജോണിലേക്ക് പോകുന്നു. ജിൻഡോ ജോൺ, ഇപ്പോൾ CPM ക്ലെയിം വെച്ചിരിക്കുന്നു LDF വലിയ ഭൂരിപക്ഷത്തിൽ ജയിക്കും. അതേസമയം BJP പറയുന്നത് തങ്ങൾ ജയിക്കുമെന്നും UDF 3-ാം സ്ഥാനത്തേക്ക് പോകുമെന്നുമാണ്. പിരായിരിയിലെയും മാത്തൂരിലെയും കണ്ണാടിയിലെയും പോളിംഗ് പെർസെൻറ്റേജിലെ ഇടിവിൽ നിങ്ങൾക്കൊരു നെഞ്ചിടിപ്പുണ്ടോ ഡോക്ടർ ജിൻഡോ ജോൺ? ഡോക്ടർ അരുൺ, എനിക്ക് എക്കോ വരുന്നേ. ഇതിൽ കോൺഗ്രസിന് UDFന് യാതൊരു നെഞ്ചെടുപ്പുമില്ല. കാരണം ഞങ്ങൾ ഈ തെരഞ്ഞെടുപ്പിൻ്റെ തുടക്കം മുതൽ പറഞ്ഞിട്ടുണ്ട്, ഞങ്ങൾ കഴിഞ്ഞ 8-8.5 വർഷക്കാലമായിട്ട് കേരളത്തിൽ നടത്തിയ നിരന്തര സമരങ്ങളുടെ ഭാഗമായിട്ടുള്ള ഞങ്ങൾക്ക് അനുകൂലമായിട്ടുള്ള ഒരു ജനവിധി തന്നെയായിരിക്കും ഞങ്ങൾ ഈ തെരഞ്ഞെടുപ്പിൽ ഉടനീളം ഉയർത്തിപ്പിടിച്ച ജനപക്ഷ നിലപാടുകൾക്കുള്ള അംഗീകാരമായിരിക്കും. ജനങ്ങളുടെ നിത്യനിദാനമായ വിഷയങ്ങളെ അഡ്രസ്സ് ചെയ്തുകൊണ്ടുള്ള ഞങ്ങളുടെ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിനുള്ള അംഗീകാരമായിരിക്കും. അതുകൊണ്ട് ഈ തെരഞ്ഞെടുപ്പിൻ്റെ റിസൾട്ട് വരുന്ന 23-ാം തീയതി, ഈ 23-ാം തീയതി വരെ LDFനോ BJPക്കോ CJPക്കോ ആർക്ക് വേണമെങ്കിലും അവകാശവാദം ഉന്നയിക്കാം. അത് ശരിയാണെങ്കിലും ജിൻഡോ നോക്കൂ, പിരായിരിയിൽ കഴിഞ്ഞ തവണ നിങ്ങൾക്ക് 12,815 വോട്ടാണ് കിട്ടിയത്. ഏകദേശം 6,000 വോട്ടിന്റെ ഭൂരിപക്ഷം LDFിൽ നിന്നും NDയിൽ നിന്നും നിങ്ങൾക്കുണ്ടായി. അവിടെയാണ് ഒരു 4% കുറവുണ്ടാവുന്നത്. ഒരു 2,000-2,500 വോട്ടർമാർ അവിടെ കുറയുന്നു. മാത്തൂരിലും കണ്ണാടിയിലും ഇഞ്ചോടിഞ്ചായിരുന്നെങ്കിലും NDയേക്കാൾ നിങ്ങൾക്ക് മെച്ചപ്പെട്ട നിലയായിരുന്നു. അവിടെയും നിങ്ങളുടെ പോളിംഗ് പെർസെൻറ്റേജ് കുറയുന്നു. എന്നാൽ പാലക്കാട് മുനിസിപ്പാലിറ്റിയിൽ NDക്ക് ആത്മവിശ്വാസം നൽകുന്ന രീതിയിൽ പോളിംഗ് പെർസെൻറ്റേജ് ഉയരുന്നു. ഈ പോളിംഗ് പെർസെൻറ്റേജ് നിങ്ങളിൽ നെഞ്ചിടിപ്പുണ്ടാക്കുന്നു എന്നാണ് എൻ്റെ ചോദ്യം. ഒരു രീതിയിലുമില്ലല്ലോ. പോളിംഗ് പെർസെൻറ്റേജ്, ടോട്ടൽ പോളിംഗ് പെർസെൻറ്റേജ് നോക്കുമ്പോൾ അത് വലിയ രീതിയിൽ ഉയരുകയാണെങ്കിൽ ഉയർന്നപ്പോഴാണല്ലോ കഴിഞ്ഞ പ്രാവശ്യം BJPക്ക് ഒരു കൂടുതൽ വോട്ട് പിടിക്കാൻ പറ്റിയത്. ഇപ്പോൾ അങ്ങനെയല്ല സംഭവിച്ചിരിക്കുന്നത്. ഇപ്പോൾ ഈ പറഞ്ഞ പോളിംഗ് പെർസെൻറ്റേജ് കുറഞ്ഞ ഓരോ സ്ഥലം എടുത്ത് പരിശോധിക്കണം. ഈ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾക്കെതിരായിട്ടുള്ള അവരുടെ സഖാക്കന്മാരുടെയും സംഘികളുടെയും സർക്കാർ വിരുദ്ധ വോട്ടുകളാണ് വരാതിരുന്നിട്ടുള്ളത്. അത് ഈ തെരഞ്ഞെടുപ്പിൻ്റെ വോട്ട് എണ്ണി കഴിയുമ്പോൾ കൃത്യമായിട്ട് മനസ്സിലായിക്കോളും. ഇവിടെ UDFൻ്റെ വോട്ടുകൾ കൃത്യമായിട്ട് വന്ന് പോൾ ചെയ്തിട്ടുണ്ടെന്നുള്ള പൂർണ്ണ ആത്മവിശ്വാസത്തിലല്ലേ ഞങ്ങൾ മാധ്യമങ്ങളെയും ജനങ്ങളെയും അഡ്രസ്സ് ചെയ്യുന്നത്. സന്ദീപ് വാര്യരെ എടുത്തത് അവസാന നിമിഷം ഒരു തിരിച്ചടിയായോ ജിൻഡോ? ഒരു രീതിയിലുമില്ലല്ലോ. സന്ദീപ് വാര്യർ എന്ന് പറഞ്ഞാൽ BJPയുടെയും RSSൻ്റെയും ഇക്കാലത്തെ മികച്ച ഒരു പ്രവർത്തകനായിരുന്നല്ലോ, പ്രചാരകനായിരുന്നല്ലോ. അദ്ദേഹത്തെ ആ ചേരിയിൽ നിന്ന് കോൺഗ്രസിൻ്റെ മതേതര ചേരിയിലേക്ക് കൊണ്ടുവരിക എന്ന് പറഞ്ഞാൽ ഒരാളെങ്കിലും BJPയുടെ RSSൻ്റെ ചേരിയിലെ എണ്ണം കുറയ്ക്കുകയല്ലേ ഞങ്ങൾ ചെയ്തത്. അത് ഒരാളെങ്കിലും മതനിരപേക്ഷ നിലപാട് ഉയർത്തിപ്പിടിക്കുന്ന രീതിയിൽ മാറുകയല്ലേ ചെയ്തത്. അപ്പോൾ LDFിന്റെ പഞ്ചായത്താണ്. അവിടെ നിങ്ങൾക്ക് നാമമാത്രമാണെങ്കിലും ഒരു മുൻതൂക്കം ഉണ്ടായിരുന്നു കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലും.
അവിടെയും ഏകദേശം 10% ഇടിവുണ്ട്. മാത്തൂരിലും നിങ്ങൾ ഇഞ്ചോടിഞ്ച് പോരാട്ടമാണ് UDF-ഉമായി കാഴ്ചവെച്ചത്. ആ പഞ്ചായത്തിലും നിങ്ങളാണ് ഭൂരിപക്ഷം നേടിയിരുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് മുൻതൂക്കമുള്ള ഈ 2 ഗ്രാമപഞ്ചായത്തുകളിലും 10% ഇടിവുണ്ടാവുന്നു എന്നുള്ളത് LDF സ്ഥാനാർത്ഥിയുടെ സാധ്യത ഏതെങ്കിലും തരത്തിൽ ബാധിക്കുന്നുണ്ടോ? അഡ്വക്കേറ്റ് കെ അരുൺകുമാർ. അതേസമയം പാലക്കാട് മുനിസിപ്പാലിറ്റിയിൽ കഴിഞ്ഞ തവണത്തെ പോളിംഗ് പെർസെന്റേജ് മറികടക്കുന്നു എന്നാണ് കണക്കുകൾ പറയുന്നത്. പാലക്കാട് മുനിസിപ്പാലിറ്റി അതിർത്തിയിലും അതുപോലെ തന്നെ ഈ 3 പഞ്ചായത്തുകളിലെയും വോട്ടിംഗ് ശതമാനത്തിലുണ്ടായിട്ടുള്ള പഞ്ചായത്തുകളിലെ കുറവും അതുപോലെ മുനിസിപ്പൽ അതിർത്തിയിലെ കൂടുതലും അതിൻ്റെ കൃത്യമായിട്ടുള്ള കണക്കുകളാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ വിശദമായിട്ടുള്ള ഒരു അനലൈസേഷൻ വരുന്നതേ ഉള്ളൂ. പക്ഷേ മുനിസിപ്പൽ അതിർത്തിയിൽ സരിൻ്റെ സ്ഥാനാർത്ഥിത്വം വന്നതിന് ശേഷം പരമ്പരാഗതമായി ഇടതുപക്ഷത്തിന് കടന്നു ചെല്ലാൻ പറ്റാത്ത പല മേഖലകളിലും കടന്നു ചെല്ലാൻ കഴിയുകയും കഴിഞ്ഞ തവണ മെട്രോമാന് കിട്ടിയതുപോലെ തന്നെയുള്ള ഒരു അംഗീകാരം ഡോക്ടർ പി സരിന് ലഭിക്കുകയും ചെയ്ത സാഹചര്യമാണ് തെരഞ്ഞെടുപ്പ് പ്രചരണ ഘട്ടത്തിലെല്ലാം മനസ്സിലായത്. അത് വലിയ തരത്തിൽ തന്നെ സരിന് അനുകൂലമായിട്ടുള്ളൊരു സാഹചര്യം മുനിസിപ്പാലിറ്റിയിലുണ്ട്. പഞ്ചായത്തുകളിലാണെങ്കിൽ LDF-ന്റെ പരമ്പരാഗത വോട്ടുകളിൽ ഒരു വിള്ളലും വന്നിട്ടില്ല. ഏറ്റവും ചിട്ടയായിട്ടുള്ള പ്രവർത്തനമാണ് സംഘടിപ്പിച്ചത്. UDF-ന് ശരിക്കും ഈ തെരഞ്ഞെടുപ്പ് എന്തിനാണ് ഇതുപോലൊരു തെരഞ്ഞെടുപ്പ് വരുത്തി തീർത്തത് എന്നുള്ള ചോദ്യവും ഈ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചതിന് ശേഷം 11 പ്രധാനപ്പെട്ട യൂത്ത് കോൺഗ്രസിന്റെയും നേതാക്കന്മാർ UDF-നോട് വിട പറഞ്ഞ് കോൺഗ്രസ് രാഷ്ട്രീയത്തെ തള്ളിപ്പറഞ്ഞുകൊണ്ട് രംഗത്ത് വന്നു. അതിൽ യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി, ജില്ലാ ഭാരവാഹികൾ, പഞ്ചായത്ത് മെമ്പർമാർ, ബ്ലോക്ക് ഭാരവാഹികൾ അടക്കമുണ്ട്. 11 പേർ എന്ന് പറയുമ്പോൾ അവർ വെറും വ്യക്തികളല്ലല്ലോ. അവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ കുടുംബം, അവരുടെ ജീവിതം തന്നെ യൂത്ത് കോൺഗ്രസിനും വേണ്ടി മാറ്റിവെച്ച് വളരെ ചെറുപ്പത്തിൽ മുതൽ നടത്തിയ സംഘടനാ പ്രവർത്തനത്തിന്റെ എല്ലാ തരത്തിലുള്ള അവരുടെ ശേഷിയും ആ ശേഷിയും ഇടതുപക്ഷത്തിന് അനുകൂലമായി ഉപയോഗിക്കാൻ തയ്യാറായിട്ടാണ് അവർ രംഗത്ത് വന്നിരിക്കുന്നത്. ആ ഒരു സാഹചര്യം ഏറ്റവും നന്നായി തന്നെ പ്രയോജനപ്പെടുത്താൻ ഞങ്ങൾക്ക് കഴിഞ്ഞിട്ടുണ്ട്. ഏറ്റവും അവസാനം ഇവിടെ ചോദിച്ചതുപോലെ UDF-ൽ നിന്ന് BJP-യിൽ നിന്ന് വർഗീയ രാഷ്ട്രീയത്തിന്റെ വക്താവായി നിന്ന് ഒരാളെ അടർത്തിയെടുത്തല്ലോ, അങ്ങനെ വന്നപ്പോൾ ഒരു വോട്ട് അവിടെ നിന്ന് പോന്നല്ലോ എന്നതാണ് UDF-ന്റെ പ്രതിനിധി ഇപ്പോൾ പറയുന്നത്, കോൺഗ്രസിന്റെ പ്രതിനിധി പറയുന്നത്. എന്നാൽ ഈ രാഷ്ട്രത്തെ ഒരു മതരാഷ്ട്രമാക്കി മാറ്റാൻ എല്ലാ തരത്തിലും ശ്രമം നടത്തി, മതവിദ്വേഷമുണ്ടാക്കുന്ന നിരവധി പ്രസ്താവനകൾ നടത്തി, ഒരിക്കലും പൊതുപ്രവർത്തകർ ഉപയോഗിക്കാൻ പറ്റാത്ത വാക്കും വാചകവും ഉപയോഗിച്ചുകൊണ്ട് വിദ്വേഷത്തിന്റെ വിത്തുകൾ മാത്രം വിതച്ച ഒരു വ്യക്തി തെരഞ്ഞെടുപ്പിന്റെ 4 ദിവസം മുമ്പ് ഭൂരിപക്ഷ വർഗീയതയെ ഇട്ടെറിഞ്ഞുകൊണ്ട് അങ്ങ് വരുന്നു കോൺഗ്രസിന്റെ ഭാഗത്തേക്ക്. പക്ഷെ ഒരിക്കലും അദ്ദേഹം RSS-നെ തള്ളി പറഞ്ഞിട്ടില്ല. RSS-ന്റെ ഭാഗമായി അദ്ദേഹം നടത്തിയിരിക്കുന്ന പ്രസ്താവനകൾ പിൻവലിച്ചിട്ടില്ല. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ തള്ളി പറഞ്ഞിട്ടില്ല. ഈ രാജ്യത്തെ എപ്പോഴും മതരാഷ്ട്രമാക്കി മാറ്റാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന മോഹൻ ഭഗവതിനെ തള്ളി പറഞ്ഞിട്ടില്ല. ഈ കേരളത്തിന്റെ BJP-യുടെ സംസ്ഥാന പ്രസിഡന്റിനോട് തനിക്കുള്ള വ്യക്തിപരമായിട്ടുള്ള 1-2 ഡിസ്പ്യൂട്ടുകൾ മാത്രമാണ് അദ്ദേഹം സൂചിപ്പിച്ചത്. അതുപോലെ തന്നെ മതത്തിന്റെ പേരിൽ ഈ രാജ്യം നിർമ്മിക്കാൻ നടക്കുന്ന ഭൂരിപക്ഷ വർഗീയതയ്ക്കൊപ്പം ന്യൂനപക്ഷ വർഗീയതയും വലിയ ആപത്താണ്. ജമാഅത്തെ ഇസ്ലാമിയുടെ വോട്ട് വേണ്ട എന്ന് പറയാൻ നിങ്ങൾ തയ്യാറാണോ എന്ന് പല ഘട്ടത്തിലും UDF-ന്റെ സ്ഥാനാർത്ഥിയോട് ചോദിച്ചു, UDF-ന്റെ നേതാക്കന്മാരോട് ചോദിച്ചു. ഒരു ഘട്ടത്തിൽ പോലും ആ വോട്ട് വേണ്ട എന്ന് പറയാനുള്ള ആർജവം അവർ കാണിച്ചിട്ടില്ല. ഒരു ഭാഗത്ത് ഭൂരിപക്ഷ വർഗീയത വോട്ട് ആകർഷിക്കാൻ ശ്രമിക്കുന്നു. തിരിച്ചടിയുണ്ട്. നോക്കൂ, BJP-യുടെ സംസ്ഥാന അധ്യക്ഷൻ കാശി വിശ്വനാഥനെ സാക്ഷ്യം വെച്ചുകൊണ്ടാണ് പറയുന്നത് BJP വിജയിക്കാൻ പോകുന്നു. പാലക്കാട് മുനിസിപ്പാലിറ്റിയിലെ ഉയർന്ന പോളിംഗ് ടേൺഔട്ടും പിരായിരിയിൽ കുറഞ്ഞ പോളിംഗ് ശതമാനമാണോ BJP-ക്ക് ആത്മവിശ്വാസം നൽകുന്നത്? അഡ്വക്കേറ്റ് ഉല്ലാസ് ബാബു. അല്ല, ശ്രീ അരുൺകുമാർ, ഞങ്ങൾ വളരെ ഹാപ്പിയാണ്. കാരണം എന്താ വെച്ചാൽ ഞങ്ങളുടെ വിജയം എന്ന് പറയപ്പെടുന്നത് 100% ഞങ്ങൾ ഉറപ്പിച്ചതിൻ്റെ അടിസ്ഥാനത്തിലാണ്. ഞങ്ങൾ കേരളത്തിലെ നിയമസഭയിൽ ആദ്യമായിട്ടൊരു പാലക്കാടുകാരനാലാണ് ഞങ്ങൾ ആദ്യമായി നിയമസഭയിൽ കയറിയത്, ബഹുമാനായ ശ്രീ രാജഗോപാൽജി. രണ്ടാമത് ഞങ്ങളുടെ നിയമസഭയിൽ പ്രാതിനിധ്യം ഉണ്ടാകുന്നതും ഒരു പാലക്കാടുകാരനാലാണ് എന്നുള്ളതാണ് ഏറ്റവും വലിയ സന്തോഷം. നേരത്തെ നിങ്ങൾ സംസ്ഥാന അധ്യക്ഷൻ്റെ പോസ്റ്റ് തന്നെ പറഞ്ഞല്ലോ, വടക്കുന്നാഥൻ്റെ മണ്ണിൽ നിന്ന് ഞങ്ങൾ രാജ്യ തലസ്ഥാനത്തേക്ക് ആൾ പോയപ്പോൾ വിശാലാക്ഷി സമേത വിശ്വനാഥൻ്റെ മണ്ണിൽ നിന്ന് ഞങ്ങൾ സംസ്ഥാന തലസ്ഥാനത്തേക്ക് BJP-യുടെ വ്യക്തി പോവും, ഒരു സംശയവും വേണ്ട. ഈ കണക്കുകൾ അരുൺകുമാർ നേരത്തെ പറഞ്ഞ എല്ലാ കണക്കുകളും കൃത്യമാണ്. ആ കണക്കുകൾ ഞങ്ങൾക്ക് കൃത്യമായിട്ടുള്ള ബോധ്യമുള്ളതാണ്. ഞങ്ങളുടെ പാർട്ടി പ്രവർത്തകരെയും ഞങ്ങളുടെ പാർട്ടി അനുഭാവികളെയും ഞങ്ങളുടെ പാർട്ടിക്ക് വോട്ട് ചെയ്യാൻ തയ്യാറുള്ളവരെയും കൃത്യമായി തന്നെ ഞങ്ങൾ സമ്പർക്കം ചെയ്ത് അവരെ പോൾ ചെയ്തിട്ടുണ്ട്. ഞങ്ങളുടെ പോളിങ്ങിൽ ഞങ്ങൾക്കൊരു കുറവുണ്ടായിട്ടില്ല. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം 100% രാഹുൽ മാങ്കൂട്ടത്തിൽ K മുരളീധരന്റെ ഗതിയുമായിട്ട് പാലക്കാട്ടിൽ നിന്ന് പത്തനംതിട്ടയ്ക്ക് പോകേണ്ടി വരുമെന്നുള്ളത് കൃത്യമായി എഴുതി വെക്കുക. ഒരു സംശയം വേണ്ട. K മുരളീധരന്റെ ഗതി രാഹുൽ മാങ്കൂട്ടത്തിന് വരും. C കൃഷ്ണകുമാർ നിയമസഭയിൽ പോരാട്ടം BJP-യും LDF-ഉം തമ്മിലാണ് എന്നാണ് BJP-യുടെ കണക്കുകൂട്ടൽ.
അല്ല, ഇന്നത്തെ തെരഞ്ഞെടുപ്പിൻ്റെ അവസാനം വന്ന സമയത്ത്, അതിൻ്റെ പോളിംഗ് പെർസെൻറ്റേജ് വന്ന സമയത്ത് പഞ്ചായത്തുകളിൽ നടന്നിട്ടുള്ള പോളിങ്ങിൻ്റെ ഭാഗമായി വന്ന കാര്യത്ത് അരുൺകുമാർ പറഞ്ഞ ഒരു 4000-5000 വോട്ടിൻ്റെ ഒരു ഡിഫറൻസ് സ്വാഭാവികമായിട്ട് കഴിഞ്ഞ പ്രാവശ്യത്തേക്കാളും കുറവുണ്ടായിരിക്കാം പഞ്ചായത്തുകളിൽ. എങ്കിലും ഇതൊക്കെയാണ് എങ്കിലും ജനാധിപത്യത്തിലെ ഏറ്റവും നല്ല ദിവസം 23-ാം തീയതി കാണാം. ജനങ്ങൾ തിരുത്തൽ ശക്തികളായി അത് ഇടതുപക്ഷത്തിൽ നിന്നും വലതുപക്ഷത്തിൽ നിന്നും ജനാധിപത്യത്തിലെ നല്ല ദിവസത്തിലേക്ക് തന്റെ നിയമപരമായ ഒരു വോട്ട് ജില്ലാ പ്രസിഡന്റ് KM ഹരിദാസ് വിനിയോഗിക്കാഞ്ഞത് എന്തുകൊണ്ടാണ് ഉല്ലാസ് ബാബു? നോക്കൂ ശ്രീ അരുൺകുമാർ, കൃത്യമായിട്ട് തന്നെ ഞങ്ങളുടെ ജില്ലാ അധ്യക്ഷൻ ഹരിദാസ് തന്നെ കാര്യങ്ങൾ പറഞ്ഞു. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ തെരഞ്ഞെടുപ്പിൽ പരിപൂർണമായിട്ട് യാതൊരുവിധ തരത്തിലുള്ള ഫോക്കസ് ഔട്ട് പോവാതെ കൃത്യമായിട്ടുള്ള വോട്ടുകൾ ചേർത്തി ആളുകളെ കൊണ്ടുപോയി ചെയ്യിക്കുക എന്ന ദൗത്യമായിരുന്നു. ഇവിടെ ഹരിദാസ് ഞങ്ങളുടെ ജില്ലാ അധ്യക്ഷൻ വോട്ട് ചെയ്യുകയും വോട്ട് ചെയ്യാൻ വരുന്ന സമയത്ത് നിങ്ങളെന്ന് ഞാൻ ഉദ്ദേശിച്ചത് ഇവിടുത്തെ പല വർഗീയ സംവിധാനങ്ങളും അതിനെതിരെ ശക്തമായി വന്ന് അതിലൂടെ വേറെ തരത്തിലുള്ള പല അഭ്യാസങ്ങൾ നടത്താൻ അവർ പ്ലാൻ ചെയ്യുന്നു. സ്വാഭാവികമായിട്ടും ഞങ്ങളുടെ ഫോക്കസ് എന്ന് പറയപ്പെടുന്നത് പരിപൂർണമായിട്ടും മറ്റ് ഞങ്ങളുടെ അണികളെ കൊണ്ടും ഞങ്ങളുടെ പ്രവർത്തകരെ കൊണ്ടും ഞങ്ങളുടെ വോട്ട് ചെയ്യുന്നവരെ കൊണ്ട് കൃത്യമായി വോട്ട് ചെയ്യിക്കുക എന്നുള്ളതാണ്. ഒരു സംഘർഷം ഞങ്ങൾ ഈ സമയത്ത് ആഗ്രഹിക്കുന്നില്ല. വിജയിക്കാൻ പോകുന്നതിൻ്റെ ആഹ്ലാദത്തിൽ നിൽക്കുമ്പോൾ ആ സംഘർഷം വേണ്ട സംഘർഷം ഒഴിവാക്കാനായി വോട്ട് ചെയ്യാനെത്തിയില്ല. മാതൃകാപരമായ ഒരു തീരുമാനമാണ്. ആ അർത്ഥത്തിൽ ആ സംഘർഷം ഉണ്ടാകാതെ ജില്ലാ അധ്യക്ഷൻ കൂടി അങ്ങനെ ഒരു നിലപാടെടുത്തു എന്നുള്ളത്. ഞാൻ ജിൻഡോയിലേക്ക് വന്നാൽ, ജിൻഡോ, ഇപ്പോൾ BJP പറയുന്നത് നിങ്ങൾ 3-ാം സ്ഥാനത്തേക്ക് പോകും എന്നാണ്. മാത്രമല്ല വലിയ ആത്മവിശ്വാസത്തിലാണ് BJP സ്ഥാനാർത്ഥി. കൽപ്പാത്തിയിലെ വിശാലാക്ഷി സമേത വിശ്വനാഥനെ സാക്ഷി നിർത്തി BJP സംസ്ഥാന അധ്യക്ഷൻ പറയുന്നത് UDF 3-ാം സ്ഥാനത്തേക്ക് പോകും എന്നാണ്. എന്ന് പറഞ്ഞാൽ കണ്ണാടിയിലെ, മാത്തൂരിലെ, പിരായിരിയിലെ കുറഞ്ഞ പോളിംഗ് ശതമാനം, കോൺഗ്രസിനുള്ളിലുണ്ടായിരുന്ന വിഭാഗീയത, AV ഗോപിനാഥിന് സ്വാധീനമുള്ള മാത്തൂർ പഞ്ചായത്ത്, ഇതൊക്കെ നിങ്ങൾക്ക് തിരിച്ചടിയാവും. സന്ദീപിനെ പാർട്ടിയിലേക്ക് കൊണ്ടുവന്നത് ഒരു ഇസ്ലാം സമുദായത്തിലെ തന്നെ ഒരു വിഭാഗം വോട്ടർമാരെ പ്രകോപിപ്പിച്ചിട്ടുണ്ട് എന്നതാണ് ഇപ്പോൾ ഗ്രൗണ്ടിൽ നിന്ന് വരുന്ന റിപ്പോർട്ടായി BJPയും പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ഇത് അവസാന നിമിഷം ഇതൊക്കെ തിരിച്ചടിയായിട്ടുണ്ടാകുമോ? ഈ പറഞ്ഞതുപോലെ 3-ാം സ്ഥാനത്തേക്ക് പോയാൽ അത് വലിയ ഒരു തിരിച്ചടിയാവും. അല്ല, ഇതിൽ 3-ാം സ്ഥാനത്തേക്ക് ആര് പോയാലും വലിയ തിരിച്ചടിയാവും, അതിലൊന്നും സംശയമില്ല. അതൊരു മോശപ്പെട്ട തെരഞ്ഞെടുപ്പ് റിസൾട്ടായിരിക്കും 3-ാം സ്ഥാനത്തേക്ക് പോകുന്ന ആളെ സംബന്ധിച്ചിടത്തോളം. സ്വാഭാവികമായിട്ടും അത് ആരാണ് പോകുന്നതെന്ന് 23-ാം തീയതി കാണാം. ഇവിടെ LDFിൻ്റെ പ്രതിനിധി പറഞ്ഞ പോലെ കോൺഗ്രസിനകത്തെ പ്രശ്നങ്ങളെക്കുറിച്ച് അദ്ദേഹം പറഞ്ഞു. കൊഴിഞ്ഞാമ്പാറ ലോക്കൽ കമ്മിറ്റി ഒന്നാകെ വിമത പ്രവർത്തനം നടത്തുന്ന അദ്ദേഹം കണ്ടില്ല. അതുപോലെ തന്നെ അവിടുത്തെ ഒരു ഏരിയ കമ്മിറ്റി മെമ്പർ ശുക്കൂർ രാവിലെ പൊട്ടിക്കരയുന്നു, ഉച്ച കഴിഞ്ഞിട്ട് NM കൃഷ്ണദാസ് പൊട്ടിത്തെറിക്കുന്നു, മാധ്യമങ്ങളെ പച്ചത്തെറി വിളിക്കുന്നു. ഇതൊന്നും കണ്ടില്ല. ഇതൊക്കെ അവിടെ വലിയ പ്രശ്നങ്ങളായിട്ടുണ്ട്. ഞങ്ങൾ ഇതിൻ്റെ ഒന്നും പുറകെ നിൽക്കാതെ ഞങ്ങൾ ജനങ്ങളുടെ വിഷയങ്ങളാണ് കൂടുതൽ അഡ്രസ്സ് ചെയ്യാൻ നോക്കിയത്. അതവിടെ നിൽക്കട്ടെ. ഇവിടെ BJPയുടെ ജില്ലാ പ്രസിഡന്റ് പോലും BJPക്ക് വോട്ട് ചെയ്തില്ല. എന്തായാലും അദ്ദേഹം വോട്ട് ചേർത്തത് BJPക്ക് വോട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണല്ലോ. അദ്ദേഹത്തിന് കൊപ്പത്ത് വോട്ടുണ്ടായിരുന്നിട്ട് പോലും അദ്ദേഹം ഇവിടെ ഒരു ഇരട്ട വോട്ട് ചേർത്ത്. വോട്ട് ചെയ്താൽ നിങ്ങൾ സംഘർഷത്തിന് വേണ്ടി ശ്രീകണ്ഠൻ MP അടക്കമുള്ളവരുടെ ഉണ്ടായിരുന്നു എന്നതുകൊണ്ടാണ് വോട്ട് ചെയ്യാഞ്ഞത്. അല്ല, അതിൽ രണ്ട് സൈഡ് നമുക്ക് വേണമെങ്കിൽ ആലോചിക്കാം. ഒന്ന്, BJPയുടെ ജില്ലാ പ്രസിഡന്റിന് പോലും BJPയുടെ കാൻഡിഡേറ്റ് ജയിക്കും, 1-ാം സ്ഥാനത്ത് വരുമെന്ന് സംസ്ഥാന പ്രസിഡന്റ് പറഞ്ഞ ആ ആഗ്രഹത്തോട് അദ്ദേഹത്തിന് യോജിപ്പില്ല, അതുകൊണ്ട് വോട്ട് ചെയ്തില്ല. രണ്ടാമത്തത്, BJPയുടെ ജില്ലാ പ്രസിഡന്റ് ശ്രീകണ്ഠൻ ഉൾപ്പെടെയുള്ള കോൺഗ്രസിൻ്റെ നേതാക്കന്മാർ അല്ലെങ്കിൽ കോൺഗ്രസിൻ്റെ പ്രവർത്തകർ തടയുമെന്ന് പേടിച്ച് വിറച്ച് വരാതിരുന്നു. മൂന്നാമത് വേണമെങ്കിൽ അതിൻ്റെ ഒരു സൈഡായിട്ട് വേണമെങ്കിൽ നമുക്ക് ആലോചിക്കാവുന്നത്, ഇവരിപ്പോൾ ഉല്ലാസ് ബാബു പറഞ്ഞത് സംഘർഷം ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയിട്ട് സംയമനം പാലിച്ച് ജില്ലാ പ്രസിഡന്റിൻ്റെ വോട്ട് ഒഴിവാക്കിയെന്ന്. ജില്ലാ പ്രസിഡന്റിൻ്റെ വോട്ട് ചെയ്യാതിരിക്കുമ്പോൾ BJPയുടെ സാധാരണ പ്രവർത്തകർക്ക് അവർ കൊടുക്കുന്ന ഒരു സന്ദേശം എന്താ? ഇവിടെ സംയമനം പാലിച്ച ഒരു പ്രസ്ഥാനത്തിൻ്റെ പേരാണ് BJP. അഭിപ്രായത്തിൽ വ്യത്യാസത്തിൻ്റെ പേര് ആളുകളെ കൊല്ലുന്ന പാർട്ടി പറയാണ് ഞങ്ങൾ വോട്ട് ചെയ്യാതിരുന്നത്, ജില്ലാ പ്രസിഡന്റ് വോട്ട് ചെയ്യാതിരുന്നത്. നിങ്ങൾ യഥാർത്ഥത്തിൽ BJP സംസ്ഥാന BJP ജില്ലാ അധ്യക്ഷൻ പോലും വോട്ട് ചെയ്തില്ല എന്നാണ് ജിൻഡോ കളിയാക്കുന്നത്. അല്ല, അദ്ദേഹം കളിയാക്കിയോട്ടെ. എൻ്റെ അരുൺകുമാർ, ഇവിടെ BJPയുടെ ജില്ലാ അധ്യക്ഷൻ വളരെ കൃത്യമായി പറഞ്ഞു കഴിഞ്ഞു. ഇങ്ങനെ ഒരു വിഷയമുണ്ടാക്കി പ്രശ്നങ്ങളോട് ജനാധിപത്യത്തിൽ 100% അദ്ദേഹത്തിന് വോട്ട് ചെയ്യാനുള്ള അവകാശമുണ്ട്. അദ്ദേഹത്തിന് ഒരാളും തടയുമില്ല. പക്ഷേ അവിടെ ഒരു സംഘർഷം ഉണ്ടാക്കി ഫോക്കസ് മാറ്റിക്കൊണ്ട് ജനങ്ങൾ ബൂത്തിൽ നിൽക്കുന്ന സമയമാണ്. അവിടെ BJPക്ക് 10 വോട്ടുകൾ എൻ്റെ ഫോക്കസ് ഇങ്ങോട്ട് വരണ്ട, ഇവിടെ ഒരു തർക്കമോ വഴക്കുകളോ വക്കാണങ്ങളോ വേണ്ട എന്നുള്ളതിൻ്റെ 10,000 വോട്ടിന് ജയിക്കണം, ഞങ്ങൾ 9,999 വോട്ടിന് ജയിച്ചാൽ മതി തീരുമാനിച്ചു. ഒരു വോട്ട് മാറ്റം ഉണ്ടാക്കാത്തത് കൊണ്ട് വോട്ട് ചെയ്തില്ല എന്നാണ് CPM ജില്ലാ സെക്രട്ടറി EN സുരേഷ് ബാബു പറയുന്നത്. BJP ജില്ലാ പ്രസിഡന്റിന് കുറച്ച് ഉറപ്പുള്ളത് കൊണ്ട് കള്ളവോട്ട് ചെയ്തില്ല എന്നാണ്.
അല്ല, ഈ സുരേഷ് ബാബു തുടക്കം മുതൽ എന്ത് പറഞ്ഞു എന്നുള്ളതും നമുക്കെല്ലാവർക്കും പറയാം. സുരേഷ് ബാബു എന്തും പറഞ്ഞോട്ടെ, ഒരു കാര്യം അരുൺകുമാർ എഴുതി വെച്ചോ, പിരായിരി പഞ്ചായത്ത് ഷാഫി പറമ്പിലിന് രാഹുൽ മാങ്കൂട്ടത്തിനെയും പിരിച്ചുവിടും, ഒരു സംശയം വേണ്ട. കണ്ണാടി പഞ്ചായത്ത് കൃത്യമായിട്ട് ഷാഫി പറമ്പിലിന് രാഹുൽ മാങ്കൂട്ടത്തിനും കണ്ണാടിയിൽ നോക്കി കരഞ്ഞോളാൻ പറയും. മാത്തൂർ പഞ്ചായത്ത് ഷാഫി പറമ്പിലിനോട് രാഹുൽ മാങ്കൂട്ടത്തിനോട് മത്തടിച്ച് നടന്നോളാൻ പറയും. ഒരു സംശയം വേണ്ട, സി കൃഷ്ണകുമാർ ഈ തെരഞ്ഞെടുപ്പിൽ ജയിക്കും. ഞങ്ങൾ വളരെ സന്തോഷത്തിലാണ്, ഞങ്ങൾ നല്ല ഭൂരിപക്ഷത്തിൽ ജയിക്കും. അരുൺകുമാറും ഞാനും ഒക്കെ 23-ാം തീയതി സന്തോഷം. നിങ്ങളുടെ സ്വന്തം CK വിജയിച്ച് കയറും അരുൺകുമാർ, ഒരു സംശയമില്ല. ജിൻഡോയും LDF-ന്റെയും BJP-യുടെയും ഒക്കെ അവിടെയുള്ള പ്രവർത്തകർ രാഹുൽ മാങ്കൂട്ടത്തിനെ തടയുന്നത് കാണാമായിരുന്നു. വിജയം ഉറപ്പിച്ച UDF സ്ഥാനാർത്ഥിയെ നിങ്ങൾ തടയുകയായിരുന്നു എന്നാണ് ആ സമയത്ത് രാഹുൽ മാങ്കൂട്ടത്തിൻ്റെയൊക്കെ പ്രതികരണം വന്നത്. KM ഹരിദാസിൻ്റെ ആത്മവിശ്വാസം, തൻ്റെ ഒരു വോട്ട് വേണ്ട അവിടെ CKക്ക് വിജയിക്കാൻ, CK ഇതിനകം തന്നെ ആയിരക്കണക്കിന് വോട്ടുകളുടെ ഭൂരിപക്ഷത്തിൽ വിജയിക്കും, അതുകൊണ്ട് തൻ്റെ ഒരു വോട്ട് കൊണ്ട് അവിടെ ഏതെങ്കിലും ഒരു സംഘർഷം ഉണ്ടാകുന്നത് ഒഴിവാക്കാനാണ് താൻ വോട്ട് ചെയ്യാതിരുന്നത് എന്ന് BJP ജില്ലാ പ്രസിഡന്റ് പറയുമ്പോൾ ആ ആത്മവിശ്വാസം കൂടുതലാണ്. അതും കാശിയിൽ പാതി കൽപ്പാത്തി എന്ന് പറയുന്ന കൽപ്പാത്തിയിലെ വിശാലാക്ഷി സമേത വിശ്വനാഥനെ സാക്ഷി നിർത്തിയാണ് BJP-യുടെ സംസ്ഥാന അധ്യക്ഷൻ CK വിജയിക്കുമെന്ന് ഇപ്പോൾ ഫേസ്ബുക്കിൽ കുറിച്ചിരിക്കുന്നത്. അരുൺകുമാർ, അല്ല, ഇത് കുറേ നമ്മൾ കണ്ടിട്ടുണ്ടല്ലോ. ഇപ്പോൾ ഈ വലിയ തരത്തിൽ ഉരുൾപൊട്ടൽ ഉണ്ടായിട്ട് ഈ 5 പൈസ പോലും കേരളത്തിന് തരാതെ ഈ കേരളത്തെ എല്ലാ രംഗത്തും അവഗണിച്ചു കൊണ്ടിരിക്കുന്ന കേന്ദ്ര ഗവൺമെന്റിന് ഒരു തരത്തിലും പാലക്കാട്ടെ ജനങ്ങൾ ഒരു അംഗീകാരം കൊടുക്കുമെന്ന് നമ്മൾ വിശ്വസിക്കേണ്ടതില്ല. അതുപോലെ തന്നെ കുഴൽപ്പണം അടക്കം 3.5 കൊല്ലമായി ED ആ കേരള പോലീസിന്റെ റഫർ റിപ്പോർട്ടിലും കുറ്റപത്രത്തിലും അടയിരിക്കുന്ന കാഴ്ച. ഇപ്പൊ ഹൈക്കോടതി ചോദിച്ചു 3 ആഴ്ചക്കുള്ള റിപ്പോർട്ട് ഫയൽ ചെയ്യാന്നൊക്കെ പറയുമ്പോഴും ഈ അത്തരത്തിലുള്ള ഇൻവെസ്റ്റിഗേഷൻ ഏജൻസികൾ ദുരുപയോഗം ചെയ്യുന്ന സാഹചര്യം അല്ലാണ്ട് ഈ പാലക്കാട് ആ നഗരസഭ അതിർത്തിയിൽ തന്നെ വികസനം എന്തെന്ന് അറിഞ്ഞിട്ടുണ്ടോ? നിങ്ങൾ കുറച്ച് നാളായിട്ട് ഇപ്പോൾ അവിടെ ഉണ്ടല്ലോ. അവിടുത്തെ ടൗൺ ഹാൾ ആയാലും സ്കൂളുകളിലെ വികസന പ്രവർത്തനമായാലും പൊതു ഗ്രൗണ്ടുകളായാലും സ്റ്റേഡിയം ആയാലും നമുക്കറിയാം. അപ്പോൾ അതെല്ലാം ഗൗരവമായിട്ട് തന്നെ ആ തെരഞ്ഞെടുപ്പ് കൈകാര്യം ചെയ്തിട്ടുണ്ട്. അപ്പോൾ BJP ആത്മവിശ്വാസം 2-3 ദിവസം അങ്ങ് തുടർന്നോട്ടെ. പിന്നെ കോൺഗ്രസിന്റെ പ്രതിനിധി ഇവിടെ പറയുന്നു എല്ലാം ഓക്കെ ആണെന്നാണ് പറയുന്നത്. ആ സാക്ഷാൽ K കരുണാകരന്റെ ഭാര്യ, കോൺഗ്രസിലെ നിരവധി നേതാക്കന്മാരുടെ അമ്മ, സ്വന്തം അമ്മ എന്ന രൂപത്തിൽ തന്നെ കണ്ടു ബഹുമാനിക്കുന്ന ആ പാവം സ്ത്രീയെ ഇത്ര അപമാനിച്ചത് അവിടുത്തെ കോൺഗ്രസ്സുകാർ, സാധാരണ കോൺഗ്രസ്സുകാർ മറന്നിട്ടില്ല. ആ DCC ഒരു പേര് മാത്രം വച്ച് എഴുതിയ കത്ത്, ആ കത്ത് KPCC അവഗണിച്ച് അത് പുറത്തുവിട്ട് അത് വിവാദമാക്കി അതിൽ 4 പേരുണ്ടായിരുന്നു എന്ന് നുണ പറഞ്ഞത് ഒരാളും ഇതുവരെ മറന്നിട്ടില്ല. ജമാഅത്തെ ഇസ്ലാമിയുടെ കൂട്ടില്ലാതെ, അവരുടെ പിന്തുണയില്ലാതെ ഈ കേരളത്തിൽ ഇനി ഒരു തെരഞ്ഞെടുപ്പും വിജയിക്കാൻ കഴിയില്ല. എങ്ങനെയെങ്കിലും ഈ കേരളത്തിൽ നില മെച്ചപ്പെടുത്തണമെങ്കിൽ ന്യൂനപക്ഷ വർഗീയതയുടെ പിന്തുണ വേണം എന്ന് വീണ്ടും അല്ലെങ്കിൽ അടിയുറച്ച് പ്രഖ്യാപിക്കുന്ന തെരഞ്ഞെടുപ്പായി ഈ തെരഞ്ഞെടുപ്പ് മാറുന്നത് നാം കാണുകയാണ്. ജനുവരി മാസം 23-ാം തീയതി എന്ന് പറഞ്ഞാൽ ഏകദേശം 10 മാസങ്ങൾക്ക് മുമ്പാണ്. ആ 10 മാസം മുമ്പ് രാമക്ഷേത്രത്തിന്റെ നിർമ്മാണം പൂർത്തീകരിച്ച് ഉദ്ഘാടനം ചെയ്തത് ജാംബവാന്റെ കാലത്താണ്. അതൊന്നും ഇവിടെ ചോദിക്കേണ്ടതില്ല, ആരും പറയേണ്ടതില്ല എന്ന് KPCCയുടെ പ്രസിഡന്റ് അടിവരയിട്ട് പറയുന്നത് ആ ബാബറി മസ്ജിദിനെ സ്നേഹിച്ച 10,000-കണക്കിന് ആളുകളുടെ ഹൃദയം തകർക്കുന്ന അനുഭവമാണ്. ഇതെല്ലാം കണ്ടാൽ UDF-ന് പരമ്പരാഗതമായി വോട്ട് ചെയ്തുകൊണ്ടിരുന്നവർക്ക് പോളിംഗ് ബൂത്തിലേക്ക് വരാൻ കഴിയുമോ മിസ്റ്റർ ഡോക്ടർ അരുൺകുമാർ? അതുകൊണ്ട് തന്നെയാണ് ഈ 3 പഞ്ചായത്തിലും UDF-മായി ബന്ധപ്പെട്ടവർ വോട്ട് ചെയ്യാൻ തയ്യാറാകാതെ വന്നത്. ഷാഫി, SDPI, ജമാഅത്ത് ഇസ്ലാമി, സന്ദീപ് വാര്യർ കൂട്ടുകെട്ട്, ആ കൂട്ടുകെട്ട് അവസാനത്തെ 3 ദിവസം UDF-ന് ഉണ്ടാക്കിയിരിക്കുന്ന ഡാമേജ് അവർക്ക് ഒരിക്കലും പരിഹരിക്കാൻ കഴിയാത്ത അപരിഹാര്യമായിട്ടുള്ള ഒരു വലിയ ഡാമേജ് ആണ് ഉണ്ടാക്കിയിരിക്കുന്നത് എന്ന് തെളിയിക്കുന്ന തെരഞ്ഞെടുപ്പാണ്. ഇതിനിടയിൽ ഞങ്ങൾ കൃത്യമായി തെരഞ്ഞെടുപ്പ് പ്രചരണം നടത്തിയിട്ടുണ്ട്. വലിയ വിവാദങ്ങൾക്കൊന്നും ഞങ്ങൾ പോയില്ല. വിവാദങ്ങൾ ഉണ്ടാക്കിയിട്ട് മറുപടി പറഞ്ഞു പോയതെല്ലാം UDF-ന്റെ സ്ഥാനാർത്ഥിയാണ്, BJP ആണ്. ഞങ്ങൾ ചിട്ടയായിട്ടുള്ള തെരഞ്ഞെടുപ്പ് പ്രചരണം നടത്തി. പുറത്തുനിന്ന് ഒരുപാട് പേരെ കൊണ്ടുവന്ന് ലൊക്കേറ്റ് ചെയ്യിച്ച് വീണ്ടും മാധ്യമങ്ങളുടെ മുന്നിൽ ഞങ്ങൾ ഒരു ഷോയും കാണിച്ചില്ല. ഞങ്ങൾ ഗവൺമെന്റിന്റെ നേട്ടങ്ങൾ ഓരോന്നായി ചർച്ച ചെയ്ത് ഉയർന്നു വരുന്ന രാഷ്ട്രീയ വിഷയങ്ങൾക്ക് മാത്രം മറുപടി പറഞ്ഞ് ആ ഒരു നവകേരള നിർമ്മിതിയിലേക്ക് കേരളത്തിന്റെ കുതിപ്പ് കൂടുതൽ വേഗതയിലാക്കുന്ന പ്രവർത്തനമാണ് ഞങ്ങൾ സംഘടിപ്പിച്ചത്. ചില ആരോപണങ്ങളെല്ലാം ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ ഭാഗമായി വന്നു. തോൽവി വിലയിരുത്തിക്കൊണ്ട് ഞങ്ങൾ തന്നെ കണ്ടെത്തി. അവയെല്ലാം ഞങ്ങൾ പരിഹരിച്ചു. പെൻഷന്റെ കാര്യമായാലും പദ്ധതികളുടെ പ്രയോറിറ്റിയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കാര്യമായാലും വികസന പ്രവർത്തനങ്ങളുടെ അജണ്ടയുടെ കാര്യത്തിലായാലും അതെല്ലാം പരിഹരിച്ച് ഇവിടെ സുസ്ഥിര വികസന സൂചികയിലും മാനവവിഭവ സൂചികയിലും ഈ രാജ്യത്ത് 1-ാമതായി നിൽക്കുന്ന ഈ സംസ്ഥാനം
ആ സംസ്ഥാനത്തിന്റെ നേട്ടങ്ങൾ തന്നെയാണ് ഈ തെരഞ്ഞെടുപ്പ് ഞങ്ങൾ അവതരിപ്പിച്ചത്. അതിന് പാലക്കാട്ട് ജനങ്ങൾ നല്ല അംഗീകാരം നൽകും. നല്ല രൂപത്തിൽ തന്നെയാണ് അത് ചർച്ച ചെയ്തത്. ഉയർന്നു വന്ന ക്യാമ്പയിനുകളെല്ലാം നന്നായി തന്നെ അഡ്രസ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് ഞങ്ങൾ വളരെ ശുഭാപ്തി വിശ്വാസത്തിലാണ്. പി സരിന് കോൺഗ്രസിൽ നിന്ന് തന്നെ ഒരു വലിയ വിഭാഗത്തിന്റെ വോട്ട് കിട്ടിയിട്ടുണ്ട്. അതുപോലെ കെട്ടിയിറക്കി വന്ന സ്ഥാനാർത്ഥിയെ അതേ രൂപത്തിൽ തന്നെ അരുൺകുമാർ, കണ്ണാടി പഞ്ചായത്തിൽ നിങ്ങൾ വലിയ പ്രതീക്ഷ അർപ്പിച്ചിരുന്നതാണ് ഇക്കുറി. ഞങ്ങൾക്ക് അതെ, പോളിംഗ് കുറഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ വോട്ട് കുറഞ്ഞത് UDF-നും BJP-ക്കുമാണ്. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം കൃത്യമായി ലിസ്റ്റ് ചെയ്ത് ഓരോ ബൂത്തിലും ഞങ്ങളുടെ ടാർഗറ്റ് വോട്ട്, ശ്രമിച്ചാൽ കിട്ടുന്ന വോട്ട്, കൃത്യമായിട്ടുള്ള പട്ടിക തയ്യാറാക്കി ഞങ്ങൾ വോട്ട് ചെയ്തിട്ടുണ്ടാകുമോ? അങ്ങനെ ഒരു സാഹചര്യമേ ഉണ്ടായിട്ടില്ല. കാരണം ഒരു ഡോക്ടർ മത്സരിക്കുമ്പോൾ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായ ഡോക്ടർക്ക് കിട്ടാവുന്ന ഏറ്റവും മികച്ച ചിഹ്നം തന്നെയാണ് കിട്ടിയിരിക്കുന്നത്. അത് മെട്രോമാന് അവിടെ ഒരു പ്രൊഫഷണൽ എന്ന രൂപത്തിൽ ഒരു പൊതു സ്വീകാര്യത ഉണ്ടായി. അതേ സ്വീകാര്യത, അതിൽ കൂടുതൽ സ്വീകാര്യത ഞങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് അവസാനിച്ചിരിക്കുന്നു എന്നാണ് ഇപ്പോൾ നമ്മുടെ റിപ്പോർട്ടർമാർ റിപ്പോർട്ട് ചെയ്യുന്നത്. ഏതെങ്കിലും ബൂത്തുകളിൽ ക്യൂ ഉണ്ടോ എന്നുള്ളതും നമ്മളൊന്ന് പരിശോധിക്കുന്നുണ്ട്. 184 ബൂത്തുകളിലെയും പോളിംഗ് ഇപ്പോൾ പൂർത്തിയാവുന്നു. അന്തിമ കണക്ക് അല്പസമയത്തുള്ളിൽ നമ്മൾ പ്രേക്ഷകരിലേക്ക് എത്തിക്കാം. പഞ്ചായത്ത് തിരിച്ചും മുനിസിപ്പാലിറ്റി തിരിച്ചുമുള്ള കണക്കുകളാണ് നമുക്ക് വേണ്ടത്. ആ കണക്കുകളിൽ ഈ റിസൾട്ട് ഒളിഞ്ഞിരിപ്പുണ്ടോ എന്നാണ് നമ്മൾ പരിശോധിക്കുന്നത്. കുറഞ്ഞ പോളിംഗ് ശതമാനമാണോ എന്നതാണ് പ്രധാനപ്പെട്ട ചോദ്യം. ഒരു കാര്യം കൂടി പ്രേക്ഷകരോട് പറയാം. കഴിഞ്ഞ തവണത്തെ അപേക്ഷിച്ച് ഇക്കുറി പോളിംഗ് ശതമാനത്തിൽ ഒരു നേരിയ ഇടിവാണ് ഉണ്ടായിരിക്കുന്നത്. ഇനി പോസ്റ്റൽ ബാലറ്റ് കൂടി നമ്മൾ പരിഗണിക്കേണ്ടതുണ്ട്. കഴിഞ്ഞ തവണത്തെ പോസ്റ്റൽ ബാലറ്റ് കൂടി പരിഗണിച്ചാലേ നമുക്കതിൻ്റെ കൃത്യമായ കണക്കുകളിലേക്ക് എത്താൻ സാധിക്കുകയുള്ളൂ. നമുക്ക് ജിൻഡോയിലേക്ക് പോയി വരാം. ജിൻഡോ, ഇതിലേറ്റവും പ്രധാനപ്പെട്ടത് പിരായിരിയിലും കണ്ണാടിയിലും മാത്തൂരിലുമുള്ള ഇടിവാണ്. ആ ഇടിവാണ് ഇപ്പോൾ വലിയ ആത്മവിശ്വാസത്തോടുകൂടി NDA ക്യാമ്പും അതേപോലെ CPM ക്യാമ്പും ഉയർത്തി കാട്ടുന്നത്. ഈ പോളിംഗ് പെർസെൻറ്റേജിൻ്റെ ഇടിവ് അത് കോൺഗ്രസിൻ്റെ വോട്ട് കുറഞ്ഞു, അത് ലീഗിലെ ഒരു ഭാഗം ആളുകൾ, അതല്ലെങ്കിൽ നിങ്ങൾക്ക് കിട്ടേണ്ട ന്യൂനപക്ഷ വോട്ടുകൾ മറിഞ്ഞു, ക്രിസ്ത്യൻ വോട്ടുകൾ പലരും പരമ്പരാഗതമായി നിങ്ങൾക്ക് വന്നുകൊണ്ടിരുന്ന 6000 വോട്ടിൽ ഒരു 2000 വോട്ട് കുറയാനുള്ള സാധ്യതയുണ്ട് മുനമ്പത്തെ മുൻനിർത്തി. ഇത്തരത്തിലുള്ള ഒരുപാട് വ്യാഖ്യാനങ്ങൾ വരുന്നുണ്ട്. ജിൻഡോ, അതെല്ലാം ഈ തെരഞ്ഞെടുപ്പിലെ അടിയൊഴുക്കുകളായി മാറിയിട്ടുണ്ടാമോ നിങ്ങളുടെ താല്പര്യങ്ങൾക്കെതിരായി? അരുൺ, ഇതിലൊരു കാര്യം ഞാൻ പിരായിരി തന്നെ പറയും. കോൺഗ്രസിൻ്റെ അല്ലെങ്കിൽ UDF-ൻ്റെ കോട്ട എന്നുള്ള രീതിയിൽ അതാണല്ലോ എല്ലാവരും അതിനെയാണല്ലോ ഇൻ്റർപ്രറ്റ് ചെയ്യുന്നത്. പിരായിരിയിൽ കഴിഞ്ഞ പ്രാവശ്യം കോൺഗ്രസിന് UDF-ന് 6000 ചില്ലാൻ വോട്ടിൻ്റെ ഭൂരിപക്ഷം ഉണ്ടായി. അപ്പോൾ BJP-ക്കും CPM-നും കൂടിയിട്ട് അവിടെ അത്രയും തന്നെ ഉണ്ടായിരുന്നു അല്ലേ? ഏകദേശം അത്രയും വോട്ടുണ്ടായിരുന്നു. അപ്പോൾ വോട്ട് കുറഞ്ഞത് ഇപ്പോൾ അരുൺകുമാർ പറഞ്ഞത് നവകേരള സൃഷ്ടിയെക്കുറിച്ചിട്ടാണ്. ഏത് ഈ മറ്റേ പെൻഷൻ കൊടുക്കുന്ന, പട്ടിണി മാറ്റുന്ന, വിലക്കയറ്റം നിയന്ത്രിക്കുന്ന, സപ്ലൈക്കോ ഒക്കെ കാലിയാക്കിയിടുന്ന അങ്ങനത്തെ ആ നവകേരള സൃഷ്ടി കുറേ കാലമായിട്ട് ഈ തെരഞ്ഞെടുപ്പ് സമയത്ത് ഇവർ ഉപയോഗിക്കാത്തൊരു വാക്കായിരുന്നു നവകേരള സൃഷ്ടി. ഈ നവകേരള സൃഷ്ടിയിൽ പൂർണ്ണ സംതൃപ്തരായിട്ടുള്ള സഖാക്കന്മാരാണ് പിരായിരി പഞ്ചായത്തിൽ വോട്ട് ചെയ്യാത്തത് എന്ന് നമുക്ക് തിരിച്ചറിയാൻ പറ്റും. ഇലക്ഷൻ റിസൾട്ട് വരുമ്പോൾ കഴിഞ്ഞ പ്രാവശ്യം ഇവർക്ക് 16000 വോട്ട് കിട്ടിയ സ്ഥലമാണല്ലോ. കോൺഗ്രസിൻ്റെ വോട്ട് മാത്രമേ ചെയ്യാതിരിക്കുന്നതെന്ന് കണ്ടുപിടിക്കാൻ എങ്ങനെയാണ്? ഈ റഹീം നീലപ്പെട്ടിക്കകത്തുള്ള കള്ളപ്പണം കണ്ടുപിടിച്ചതുപോലെ ഇവരുടെയൊക്കെ കണ്ണിന് വല്ല സ്കാനിങ് കപ്പാസിറ്റി വല്ലതുണ്ടോ? കോൺഗ്രസിൻ്റെ വോട്ട് മാത്രമാണ് പിരായിരി പഞ്ചായത്തിൽ കുറഞ്ഞതെന്ന് ഇവരെങ്ങനെയാണ് പറയുന്നത്? അപ്പോൾ സ്വാഭാവികമായിട്ടും സാമാന്യ ബുദ്ധിയുള്ള ആർക്കും മനസ്സിലാക്കാം സംസ്ഥാന സർക്കാരിൻ്റെയും കേന്ദ്ര സർക്കാരിൻ്റെ ജനവിരുദ്ധതയിൽ പ്രതിഷേധിച്ചുകൊണ്ടുള്ള സംഘാക്കളുടെ വോട്ടായിരിക്കും കുറഞ്ഞിട്ടുണ്ടാകാമെന്നൊരു സാമാന്യ ബുദ്ധിയിൽ പറയാൻ പറ്റുക. അതിനപ്പുറത്ത് നമുക്ക് പറയാൻ പറ്റണമെങ്കിൽ റിസൾട്ട് വരണം. മാത്രമല്ല, നമ്മൾ ഈ ചർച്ച തുടങ്ങിയപ്പോൾ തൊട്ട് പറഞ്ഞ വോട്ടിംഗ് പെർസെൻറ്റേജ് കുറഞ്ഞു എന്നുള്ളത് പറയുമ്പോൾ തന്നെ അത് അപ്ഡേറ്റ് ചെയ്ത് ഓരോ അപ്ഡേഷൻസ് വരുമ്പോഴും വലിയ രീതിയിലുള്ള വ്യത്യാസം വരുന്നില്ല എന്നും കൂടി നമ്മൾ മനസ്സിലാക്കണം. പിന്നെ മാത്തൂരും കണ്ണാടിയാണ് 2 പ്രധാനപ്പെട്ട സ്ഥലങ്ങൾ വോട്ടിംഗ് പെർസെൻറ്റേജ് കുറഞ്ഞ സ്ഥലം. 2 സ്ഥലത്തും CPM ആണുള്ള അതിശക്തമായിട്ടുള്ള സാന്നിധ്യമുള്ള രാഷ്ട്രീയ പാർട്ടി, ഇവരുടെ കോട്ടയാണെന്നൊക്കെയല്ല ഇവർ അവകാശപ്പെടുന്നത്. അപ്പോൾ അവിടെ ആരുടെ ആയിരിക്കും കുറഞ്ഞിട്ടുണ്ടാകുക? എന്തായാലും എല്ലാ പ്രതിസന്ധികളെ അതിജീവിച്ചുകൊണ്ട് എല്ലാ പ്രാവശ്യവും ബൂത്തിൽ വന്ന് വോട്ട് ചെയ്യുന്ന കോൺഗ്രസ് പ്രവർത്തകരും UDF പ്രവർത്തകരും ഞങ്ങളുടെ ഏറ്റവും വലിയൊരു പോരാട്ടം നടത്തുന്ന ഒരു ഈ ഇലക്ഷനിൽ ഞങ്ങളുടെ പ്രവർത്തകർ വരാതിരിക്കുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? അങ്ങനെ ഒരു സാധ്യതയുമില്ല. ഈ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചപ്പോൾ നടത്തിയ ഓരോ പ്രചരണങ്ങൾ നോക്കി വിവാദങ്ങളുടെ പുറകെ പോയിട്ടില്ല എന്നാണ് അരുൺകുമാർ പറയുന്നത്. വിവാദങ്ങളുടെ പുറകെ പോയിട്ടില്ല അത്രേ. നീലപ്പെട്ടി തെരഞ്ഞുകൊണ്ട് രാത്രി നടത്തിയ ഒരു പാതിര റെയ്ഡ് മാത്രം മതിയല്ലോ വിവാദത്തിൻ്റെ പുറകെ പോയോന്ന്. അവസാനം ഇറച്ചിക്കടയിലെ പട്ടികളെ ഈ പെട്ടി ഇട്ടിട്ട് പോ എന്ന രീതിയിലുള്ള വർത്തമാനമൊക്കെ പറഞ്ഞത് ഇവരുടെ നേതാക്കന്മാരല്ലേ? നമ്മളാരും അല്ലല്ലോ ഇതൊക്കെ പറഞ്ഞത്. ഒറ്റ കാര്യം കൂടി ഞാൻ പൂർത്തിയാക്കും. ഇവർ എല്ലാ ചർച്ചയിലും പറയുന്നുണ്ട് കരുണാകരൻ്റെ ഭാര്യ കല്യാണിക്കുട്ടിയമ്മയുടെ പേരോ K കരുണാകരൻ്റെ പേരോ രാഹുൽ മാങ്കൂട്ടത്തിൽ ഈ പത്മജ വേണുഗോപാലുമായി ബന്ധപ്പെട്ട പ്രസ്താവനയിൽ ഒരിക്കൽ പോലും പറഞ്ഞിട്ടില്ല. ഇനി നിങ്ങൾ കല്യാണിക്കുട്ടിയമ്മയുടെ കാര്യമൊക്കെ പറയുമ്പോൾ സ്വന്തം ജില്ലാ സെക്രട്ടറിയെ പാർട്ടി
അമ്മ എന്ന് എന്താ പറഞ്ഞിട്ട് ഞാനൊന്ന് അത് പറയട്ടെ തന്നെയാണോ അമ്മ എന്ന് ഞാനൊന്ന് ചോദിച്ചാൽ പറയട്ടെ എങ്ങനെ ന്യായീകരിക്കും? ഞാനൊന്ന് പറയട്ടെ പേര് എന്ത് പറഞ്ഞിട്ടില്ല. വൃത്തികേടാത് ഞാനൊന്ന് പറഞ്ഞു പൂർത്തിയാക്കട്ടെ. താങ്കൾ എന്താണ് ഈ കാണിക്കുന്നത്? താങ്കൾ പറഞ്ഞപ്പോൾ ഞാൻ മിണ്ടാതിരുന്നില്ലേ? ഞാൻ മിണ്ടാതിരുന്നില്ലേ? താങ്കൾ ഒരു മര്യാദ കാണിക്കൂ. താങ്കൾക്ക് ഈ മര്യാദ എവിടെ കിട്ടിയത്? ഞാൻ ഇടപെട്ടില്ല. താങ്കൾ തെറ്റിദ്ധരിപ്പിച്ചപ്പോ ഞാൻ ഇടപെട്ടോ? താങ്കൾ തെറ്റിദ്ധരിപ്പിച്ചോ ഞാൻ ഇടപെട്ടോ? അല്ലല്ല, അങ്ങനെ പറയല്ലേ അരുൺകുമാറെ, നാണം കെട്ട വർത്താനം പറയരുത്. താങ്കൾ ഈ പറഞ്ഞ കൽപ്പന മുഴുവൻ നടത്തിയപ്പോൾ ഞാൻ മിണ്ടാതിരുന്നില്ലേ? ആദ്യം ഒരു മര്യാദ കാണിക്കും. ഞാൻ പറയട്ടെ എന്റെ ആർഗ്യുമെന്റ് ഇത്രയേ ഉള്ളൂ. പൂർത്തിയാക്കട്ടെ അരുൺകുമാർ, ഞാനൊന്ന് പൂർത്തിയാക്കട്ടെ. അദ്ദേഹം ഇടയ്ക്ക് കയറി ഇടപെടില്ല. ഞാൻ ഒറ്റ വാചകത്തിൽ പൂർത്തിയാക്കാം. സ്വന്തം പാർട്ടി ജില്ലാ സെക്രട്ടറിയെ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് പാർട്ടി ജില്ലാ സെക്രട്ടറിയുടെ ആഫീസിലെ മേശക്കടിയിൽ CCTV വെച്ച പാർട്ടിക്കാരെ ഇവര് എന്നിട്ട് കരുണാകരന്റെ ഭാര്യയുടെ കഥ പറയാൻ വരുന്നു. ഗോപി കൊട്ടവർക്കിൽ എങ്ങനെയാ പാർട്ടിയിൽ നിന്ന് പുറത്തായത്? പറയാ അരുൺകുമാർ. മതിലെഴുത്ത് മാറ്റാൻ UDF-നുള്ളൂ. നിങ്ങൾ മാത്തൂരിലേക്ക് എത്തിയാൽ 6475 വോട്ട് LDF-നുണ്ടായിരുന്നു. അവിടെ 6445 30 വോട്ട് കുറവാണ് UDF-ന്. അപ്പോൾ കണ്ണാടിയിലും മാത്തൂരിലും വോട്ട് കുറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ വോട്ട് ഏകപക്ഷീയമായി UDF-ന്റെ കുറഞ്ഞുവെന്ന് നമുക്ക് അനുമാനിക്കാൻ കഴിയില്ല അരുൺകുമാർ. അല്ല, LDF-നെ സംബന്ധിച്ചിടത്തോളം ഞങ്ങളുടെ സ്ഥിരം വോട്ട് ഷുവർ വോട്ടുകളെല്ലാം പോൾ ചെയ്തിട്ടുണ്ട്. ഞങ്ങൾ അതിന്റെ അന്തിമ കണക്ക് ഞങ്ങളുടെ മുന്നിലുണ്ട്. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു ആശങ്കയില്ല. 3-ാം സ്ഥാനത്തായിരുന്ന ഞങ്ങൾ ഈ തെരഞ്ഞെടുപ്പിൽ വിജയിക്കുമെന്ന് പറയുന്നത് കണക്കുകളുടെ അകമ്പടിയോടെ തന്നെയാണ്. ഇവിടെ 1-ാം സ്ഥാനത്ത് വരെ ജയിച്ചുകൊണ്ടിരുന്ന കോൺഗ്രസിന് ഒരു അനലൈസേഷൻ പോലും ഇപ്പൊ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് 1 മണിക്കൂറോ 2 മണിക്കൂറായി ഒന്ന് പറയാൻ പോലും കഴിഞ്ഞിട്ടില്ലല്ലോ. കാരണം അത്തരത്തിലൊരു ചിട്ടയായിട്ടുള്ള തെരഞ്ഞെടുപ്പ് പോരാട്ടം, ശക്തമായിട്ടുള്ള പോരാട്ടത്തിലേക്ക് എത്താൻ കഴിഞ്ഞത് തന്നെ ഈ തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾ നടത്തിയ ചിട്ടയായിട്ടുള്ള പ്രവർത്തനത്തിനാണ്. ഞങ്ങൾ അതുകൊണ്ട് വളരെ ആത്മവിശ്വാസത്തിലാണ്. ചേലക്കരയ്ക്കൊപ്പം തന്നെ പാലക്കാടും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി വിജയിക്കും. ഏറ്റവും ഉജ്ജ്വലമായി കേരളത്തിലെ ഗവൺമെന്റിന് പൂർണ്ണമായിട്ടുള്ള പിന്തുണ കേരള ജനത കൊടുക്കുന്ന റിസൾട്ട് ആയിരിക്കും 23-ാം തീയതി വരാൻ പോകുന്നത്. അതിൽ യാതൊരു സംശയമില്ല. ഉല്ലാസ്, വലിയ ആത്മവിശ്വാസം BJPക്കുണ്ടെങ്കിലും ഇനി 30 സെക്കൻഡ് മാത്രം. ഈ പറയുന്ന കണക്കുകൾ തിരിച്ചടിച്ചാൽ, അതായത് സരിൻ്റെ വരവ്, ശ്രീധരൻ്റെ വോട്ട് സരിൻ കൊണ്ടുപോകുമെന്നുള്ള CPM-ന്റെ ഒരു ആത്മവിശ്വാസം, ഇതൊക്കെ നിങ്ങൾക്ക് തിരിച്ചടിയാവോ അവസാന ലാപ്പിൽ? ഒരിക്കലും തിരിച്ചറിയില്ല സർ. നവകേരള സൃഷ്ടി എന്നൊക്കെ പറഞ്ഞ് ഈ അരുൺകുമാർ എങ്ങനെ എന്നും കോമഡി അടിച്ചുകൊണ്ടിരിക്കും. നവകേരള ബസ്സിൽ വന്നിട്ട് 56 പെറ്റീഷൻ മേടിച്ചിട്ട് ഒരു പരാതി തീർത്തു കൊടുക്കാൻ കപ്പാസിറ്റി ഇല്ലാത്ത പാർട്ടിയുടെ നേതാവ് വന്നിരുന്ന് പറയണേ. ഈ അരുൺകുമാറിൻ്റെ സുസ്ഥിര വികസന സൂചിക കൽച്ചട്ടിയിലിട്ട് വേവിച്ചാലേ വിശപ്പ് മാറൂല, അതിന് അരി വേണം എന്ന് പറഞ്ഞാൽ കർഷകരെ കൊയ്ത്തിൻ്റെ കാശ് കൊടുക്കണം. ആ കാശ് കൊടുക്കാത്ത കർഷകരാണ് മാത്തൂരും കണ്ണാടിയിൽ നിൽക്കുന്നത്. അതുകൊണ്ടാണ് അവർ ഞങ്ങൾക്ക് തിരിച്ചു വോട്ട് കൃത്യമായിട്ട് ജനാധിപത്യത്തിൽ തിരുത്തൽ ശക്തികളാകുമെന്ന് പറയപ്പെടുന്നത്. എൻ്റെ അരുൺകുമാറെ, വലിയ ആഗ്രഹം മൂത്ത നിങ്ങൾ തോറ്റു തുന്നം പാടി പോകുന്നത് 23-ാം സ്വന്തം സുഹൃത്തായിട്ടുള്ള CK MLA CK ആവുന്നു നമുക്ക് കാണാം. നവംബർ 23-ാം തീയതി പാലക്കാട് ടൗൺ ഹാൾ ഉദ്ഘാടനം ചെയ്യുന്നതിനും അരുൺകുമാർജിക്കും MLA CK-ക്കും ഒരുമിച്ച് പങ്കെടുക്കാമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് 23-ാം തീയതി അരുൺകുമാർജി നമുക്ക് തകർക്കാം. ഈ അരുൺകുമാറില്ല ആളെ വിളിക്കേണ്ട കേട്ടോ. ആൾ കരഞ്ഞ് കയ്യും കാലും കെട്ടി വട്ടം തിരിഞ്ഞ് നിൽക്കുക. അവിടെ വിളിക്കണ്ട. അഡ്വക്കേറ്റ് അരുൺ, ഉല്ലാസ് വെല്ലുവിളിക്കുകയാണ്. CK 23-ാം തീയതി ചിരിക്കും. ടൗൺ ഹാൾ 1 വർഷത്തിന് ശേഷം ഉദ്ഘാടനം ചെയ്യുമ്പോൾ അവിടെ വരണമെന്നാണ്. അല്ല, നവംബർ 23-ാം തീയതി അരുൺകുമാർ ഭൂഗർഭജലം, മറ്റേ അന്തർവാഹിനി, അതുപോലെ തന്നെ ആഗോള സൂചിക, അതുപോലെ മാനവിക സൂചിക അന്നും ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നു. കേരളത്തിലെ BJP-യുടെ ആത്മവിശ്വാസം പലതവണ നമ്മൾ കണ്ടതാണ്. ആ നിയമത്തെ അക്കൗണ്ട് പൂട്ടിയവരാണ് ഞങ്ങൾ. ആ നിയമത്തിലെ അക്കൗണ്ട് പൂട്ടിയവരാണ്. തൃശ്ശൂര് BJP ജയിച്ചതെന്താ? 86,965 വോട്ട് കോൺഗ്രസിന് നഷ്ടപ്പെട്ടപ്പോഴാണ് തൃശ്ശൂരിൽ പോളിംഗ് കഴിഞ്ഞ ഉടനെ വടക്കനാഥിനെ സാക്ഷിയാക്കി BJP സംസ്ഥാന അധ്യക്ഷൻ പറഞ്ഞത് അച്ചട്ടായി ഫലിച്ചു. ബൂത്തുകളിൽ നിന്നുള്ള കൃത്യമായ റിപ്പോർട്ട് നോക്കൂ. BJP അവരുടേതായ ഒരു വോട്ടേഴ്സ് ലിസ്റ്റ് തയ്യാറാക്കി കൃത്യമായി വോട്ടർമാരെ പോൾ ചെയ്യിപ്പിച്ചുകൊണ്ട് കോൺഫിഡൻസിലാണ് ഈ കണക്ക് പറയുന്നത്. മഹാരാജത്ത് ഞാൻ കണ്ടിട്ടില്ല. എന്നും ഇതന്നെ ഗതി. എന്നാലും ഒരു സംശയമില്ല. തോൽപ്പിക്കും.
കാശ് കൊടുക്ക്. വയനാട്ടിൽ പാലക്കാട് വാർഡിലെ കർഷകർക്ക് പോയുള്ളൂ. കാശ് കൊടുക്ക്. പാലക്കാടത്തെ മൂന്ന് മക്കൾക്ക് വാർഡിലെ ജോലി കൊടുക്ക്. പോയുള്ളൂ എന്നല്ലേ വി. മുരളീധരൻ പറഞ്ഞത്. അമ്മമാർക്ക് അതൊക്കെ ജനങ്ങൾ പെൻഷൻ കൊടുക്ക്. കേട്ടു. ഇന്നലെ തന്നെ അത് പറഞ്ഞല്ലോ. പ്രാപ്തിയില്ലാത്ത 10-21 ആകെ മൂന്ന് മരവാളകളെ വാർഡിലെ ഒലിച്ചു പോയുള്ളൂ. എന്നിട്ടൊരു 19 പേരല്ലേ മരിച്ചോളൂ. ആ വയനാട്ടിൽ 10 പൈസ കൊടുത്തിട്ടാണ് നിങ്ങൾ പറയുന്നതെങ്കിൽ അന്തസ്സുണ്ടായിരുന്നു. അതെ, വയനാട്ടിന് കൊടുക്കാത്തതിന് നാണമുണ്ടോന്നാ ചോദിക്കുന്നത്. ആ വയനാടിന് 10 പൈസ, 10 പൈസ വയനാടിന് 10 പൈസ. ആ വയനാട്ടിലെ സാധാരണക്കാർ 3 വാർഡല്ലേ പോയുള്ളൂ. കേന്ദ്രമന്ത്രിയാ പറയുന്നത്. കേന്ദ്രമന്ത്രി ശരി, എന്താണ് ശരി. കേന്ദ്രമന്ത്രിയാ പറയുന്നത്. 3 വാർഡല്ലേ ജിൻഡോ, വാർഡല്ലേ ഒലിച്ചു ഈ പോയുള്ളൂ. കണ്ണാടിയിലും മത്തൂരിലും ചില കോൺഗ്രസ് പ്രവർത്തകര് വാരം വലിച്ചിട്ടുണ്ടാകാനുള്ള സാധ്യതയുണ്ടോ? ഒരു 500 വോട്ടുകൾ വീതം രണ്ടിടങ്ങളിൽ നിന്നും കുറയ്ക്കാനുള്ള സാധ്യത, അതേപോലെ നിലവിൽ ഈ സന്ദീപിന്റെ വരവുണ്ടാക്കിയിരിക്കുന്ന ചില വോട്ടർമാരിലെ ആശങ്ക, ഇതൊക്കെ കണ്ണാടിയിലും മാത്തൂരിലും പിരായിരിലും ഒക്കെ പ്രതിഫലിക്കാനുള്ള സാധ്യതയുണ്ടോ? കോൺഗ്രസ് ക്യാമ്പിൽ നിന്ന് തന്നെ വോട്ട് കുറയും എന്ന തരത്തിൽ CPM-ന് ആത്മവിശ്വാസമുണ്ട് ജിൻഡോ? CPM-ന് എന്ത് ആത്മവിശ്വാസം വേണമെങ്കിലും പറയാമല്ലോ ഡോക്ടർ അരുൺകുമാർ. ഇവർ തൃക്കാക്കരയിൽ ഒരു ഡോക്ടറെ എയറിലേക്ക് വിട്ടിട്ട് ഇതുവരെ താഴേക്ക് വന്നിട്ടില്ല. പാലക്കാട് ഇപ്പോൾ ഒരു ഡോക്ടറെ 21-ാം തീയതി എയറിലേക്ക് വിടും. ഈ കണ്ണാടിയിലുള്ള CPM-ന്റെ സഖാക്കന്മാരൊക്കെ പിണറായി വിജയന്റെ കണ്ണടിച്ച് പൊട്ടിക്കാൻ പറ്റില്ലല്ലോ, പ്രതിഷേധിക്കാനല്ലേ പറ്റുള്ളൂ. അവരുടെ പ്രതിഷേധമാണ് അവർ വോട്ടെടുപ്പിൽ പങ്കെടുക്കാതിരുന്നത്. അവരുടെ പ്രതിഷേധം, അവരുടെ സങ്കടമാണ് ഇന്ന് അവർ വോട്ടെടുപ്പിൽ പങ്കെടുക്കാതിരുന്നത്. അതുകൊണ്ട് കോൺഗ്രസിന് പൂർണ്ണ ആത്മവിശ്വാസമാണ്. രാഹുൽ മാങ്കൂട്ടത്തിൽ 23-ാം തീയതി പെട്ടി പൊട്ടിക്കുമ്പോൾ ജയിച്ചിരിക്കും. അരുൺ, വലിയ ആത്മവിശ്വാസമാണ് കേട്ടോ ജിൻഡോ പ്രകടിപ്പിക്കുന്നത്. 1-ാം സ്ഥാനത്ത് വരും, നിങ്ങൾ 3-ാം സ്ഥാനത്തേക്ക് പോകുമെന്നാണ്. അവർ പ്രകടിപ്പിച്ചോട്ടെ. ഇല്ല, ഞങ്ങൾ 3-ാം സ്ഥാനത്ത് തന്നെയാണ്. അത് വട്ടിയൂർക്കാവ് മോഡലിൽ ഞങ്ങൾ 1-ാം സ്ഥാനത്ത് വരും. നിങ്ങൾ 3-ാം സ്ഥാനത്ത് തന്നെ ആയിരിക്കും അരുൺ. നിങ്ങൾ 3-ാം സ്ഥാനത്ത് തന്നെ ആയിരിക്കും, ഒരു സംശയവും വേണ്ട. മത്സരം തുടർന്നോട്ടെ. നിങ്ങൾ രാഹുൽ മാങ്കൂട്ടത്തിന്റെ പെട്ടികളെ പുറകെ പോയപ്പോൾ ഞങ്ങൾ ജനങ്ങളുടെ പുറകെ പോയി. സംഘടിപ്പിച്ചത് കൃത്യമായിട്ടുള്ള രാഷ്ട്രീയം ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ എന്ത് രാഷ്ട്രീയം പിടിച്ച് കാഴ്ചപ്പാടുകളെ തകർക്കാനാണ് ഇവർ രണ്ടുപേരും ശ്രമിച്ചത്. അത് പാലക്കാട്ടുകാരനായ CK നിയമസഭയിലേക്ക് താമരയും പോക്കറ്റിലിട്ട് പോകുമോ എന്നത് നമുക്ക് കാത്തിരിക്കാം. 23-ാം തീയതി. Debate with Dr. Arun Kumar.